നമസ്കാരം. നമ്മുടെ കുട്ടികൾ സ്കൂളുകളിലേക്ക് വീണ്ടും പോകാൻ തയ്യാറെടുക്കുകയാണ്. മഴ വില്ലനായില്ല എങ്കിൽ നേരത്തെ നിശ്ചയിച്ച ദിവസം തന്നെ പുതിയ അധ്യയന വർഷം ആരംഭിക്കും. അതേസമയം അംഗനവാടികളിലേക്കുള്ള പ്രവേശനോത്സവത്തിൻ്റെ തീയതി മാറ്റിവെച്ചിട്ടുണ്ട്. ആ തീയതി പിന്നീട് സർക്കാർ അറിയിക്കും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അക്ഷരത്തിൻ്റെ അറിവിൻ്റെ ലോകത്തേക്ക് പിച്ചവെക്കുന്ന എല്ലാ കൊച്ചുകൂട്ടുകാർക്കും മുന്നേ തന്നെ ആശംസകൾ അറിയിക്കുന്നു. വാർത്താരംഭം തുടങ്ങുന്നു. ആദ്യം പരിശോധിക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് കാലവർഷം ഇന്നെത്തിയേക്കും. വ്യാപക മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ യെല്ലോ അലർട്ട്. വെള്ളക്കെട്ട് ദുരിതമൊഴിയാതെ നഗരപ്രദേശങ്ങൾ. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗം തുടരുന്നു. ഉയർന്ന താപനില 50 ഡിഗ്രിക്ക് മുകളിൽ. 6 സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഇനി 4 നാൾ. അവസാനഘട്ട വോട്ടെടുപ്പ് മറ്റന്നാൾ. വിധി എഴുതുന്നത് 57 മണ്ഡലങ്ങൾ. അധികാരത്തിലെത്തിയാൽ 9-ാം തീയതി കർത്തവ്യപഥിൽ സത്യപ്രതിജ്ഞ നടത്താൻ NDAയിൽ ആലോചന. തെരഞ്ഞെടുപ്പ് തിരക്കുകൾക്ക് വിരാമമിട്ട് പ്രധാനമന്ത്രി. കന്യാകുമാരിയിൽ 45 മണിക്കൂർ ധ്യാനം. ധ്യാനത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് കോൺഗ്രസ്. ചട്ടലംഘനമായി കാണാനാവില്ലെന്ന് കമ്മീഷൻ. മാസപ്പടിക്കേസിൽ എക്സാലോജിക്കിനെതിരെയുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കള്ളപ്പണ ഇടപാട് നടത്തിയെന്ന ഷോൺ ജോർജിന്റെ ഹർജി. കമ്പനിക്ക് വിദേശത്ത് അക്കൗണ്ട് ഉണ്ട് എന്നും ആരോപണം. ലോകത്തിന്റെ കണ്ണുകൾ റഫയിലേക്ക്. ഓൾ ഐസ് ഓൺ റഫ. ഐക്യദാർഢ്യം ഏറ്റെടുത്ത് സമൂഹ മാധ്യമങ്ങൾ. വിജയം കൈവരിക്കും വരെ ഹമാസിനെതിരായ യുദ്ധമെന്ന് ഇസ്രായേൽ. വർഷാവസാനം വരെ പോരാട്ടം തുടരുമെന്നും മുന്നറിയിപ്പ്. പാശ്ചാത്യ ആയുധങ്ങൾ യുക്രൈൻ പ്രയോഗിച്ചാൽ ഗുരുതര പ്രത്യാഘാതമെന്ന് റഷ്യൻ പ്രസിഡന്റ്. ഉത്തരവാദിത്വം ആയുധങ്ങൾ നൽകുന്ന രാജ്യങ്ങൾക്കായിരിക്കുമെന്നും വ്ളാഡിമിർ പുടിൻ. നോർവേ ചെസ്സിൽ മാഗ്നസ് കാൾസനെ ഞെട്ടിച്ച് പ്രജ്ഞാനന്ദ. 3-ാം റൗണ്ടിൽ കാൾസനെ വീഴ്ത്തി. ക്ലാസിക്കൽ ഫോർമാറ്റിൽ കാൾസനെ തോൽപ്പിക്കുന്നത് ആദ്യം. വാർത്താരംഭം ഇന്ന് ആരംഭിച്ചത് സ്കൂളുകളിലേക്ക് എത്താൻ തയ്യാറെടുക്കുന്ന കുട്ടികൾക്കുള്ള സ്വാഗത ഗാനവും ആയിട്ടാണ്. അവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, മഴ വില്ലനായില്ല എങ്കിൽ സംസ്ഥാനത്ത് നിശ്ചയിച്ചതുപോലെ തന്നെ സ്കൂളുകൾ തുറക്കുമെന്ന്. പക്ഷേ ഇപ്പോഴും സംസ്ഥാനത്ത് മഴ തിമിർത്തു പെയ്യുന്ന സാഹചര്യമുണ്ട്. അതേസമയം ഇന്നലെ വലിയ ദുരിതമുണ്ടാക്കിയ പ്രദേശങ്ങളിൽ ഇന്ന് മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് സംസ്ഥാനത്ത് കാലവർഷം ഇന്ന് എത്തിയേക്കും എന്ന റിപ്പോർട്ടുകളും ഉള്ളത്. ഇന്നും വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. 11 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ആണ് യെല്ലോ അലർട്ട്. എറണാകുളം ജില്ലയിലെ തമ്മനത്തും കാക്കനാടും കളമശ്ശേരിയിലും ദുരിതം തുടരുകയാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ ആണ് വിവിധ ഇടങ്ങളിൽ നിന്ന് ചേരുന്നത്. ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് VV വിനോദ് ആണ് ചേരുന്നത്. വിനോദ്, ഇന്നലെ പഴവങ്ങാടി ഉൾപ്പെടെയുള്ള പ്രദേശത്തെ ദുരിതക്കാഴ്ച നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. ആമയിഴഞ്ചാൻ തോട് കരകവിഞ്ഞ് ഒഴുകുന്നു. വ്യാപാരികൾ വലിയ ബുദ്ധിമുട്ടാണ് നേരിട്ടത്. ഇന്നിപ്പോൾ മഴയ്ക്ക് ശമനമുണ്ടല്ലോ, വെള്ളം ഇറങ്ങിയോ? മാറി നിൽക്കുകയാണ്. എന്നാലും മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ഏതു നിമിഷവും മഴ എത്താം എന്നത് തന്നെയാണ് അവസ്ഥ. യെല്ലോ അലർട്ടാണ് ഇന്ന് ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ കാണുന്നത് ആമയിഴഞ്ചാൻ തോടിന്റെ കണ്ണമ്മൂല ഭാഗമാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ കര കവിഞ്ഞതാണ്. നമുക്ക് ആദ്യം ഈ ചെളി കാണാം. കഴിഞ്ഞ ദിവസം ഇത് കരകവിഞ്ഞതോടുകൂടി ഇവിടുത്തെ റോഡ് മുഴുവൻ ചെളി നിറഞ്ഞു. സമീപത്തെ വീടുകളിൽ മുഴുവൻ വെള്ളം കയറുന്ന സ്ഥിതിയുണ്ടായി. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെ മഴ ഒന്ന് ശമിച്ചപ്പോൾ ഈ വെള്ളം തിരികെ ഇറങ്ങുന്ന സാഹചര്യമായിരുന്നു. ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മൾ നോക്കണം അഭിലാഷ്. കാരണം നഗരസഭ ക്ലീനിംഗ് പ്രവൃത്തികളെല്ലാം നേരത്തെ തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന നിലയ്ക്ക് ഇവിടുത്തെ വൃത്തിയാക്കൽ ജോലികളെല്ലാം പൂർത്തിയാക്കിയിരുന്നു. എങ്കിൽ തന്നെയും ആഴം കൂട്ടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം
നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. കൽക്കെട്ട് കാണാം. അവിടെ നിന്ന് ഈ വീടുകളിൽ നിന്നും മറ്റ് പറമ്പിൽ നിന്നുമൊക്കെയുള്ള വെള്ളം ഈ ആമഴിഞ്ചൻ തോട്ടിലേക്ക് വന്നിറങ്ങുന്ന ഓവുകളാണ്. ഇങ്ങനെ നിരവധി ഓവുകൾ ഈ കൽക്കെട്ടിന് മുകളിലായി വെച്ചിട്ടുണ്ട്. അതിന് മുകളിലാണ് ഒരു കോൺക്രീറ്റ് മതിൽ പുതുതായി നിർമ്മിച്ചത്. അതായത് ഈ ആമഴിഞ്ചൻ തോട് കര കവിയരുത്, കണ്ണമൂല ഭാഗത്തൊക്കെയും സ്ഥിരം കര കവിയുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് കര കവിയാതിരിക്കാൻ വേണ്ടിയാണ് പിന്നീട് ഒരു കോൺക്രീറ്റ് മതിൽ കെട്ടിയത്. പക്ഷേ അതുകൊണ്ട് പ്രയോജനമില്ല. കാരണം ഈ ഓവുകളിലൂടെ, ഈ ഓവിന്റെ നിരപ്പിലേക്ക് ജലമെത്തുമ്പോൾ ഈ ഓവുകളിലൂടെ തിരികെ വെള്ളം കയറുന്നു. അതായത് വീടുകളിലേക്കും ഈ പറമ്പുകളിലേക്കുമൊക്കെയും വെള്ളം തിരിച്ചു കയറുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മുകളിൽ കെട്ടിയിരിക്കുന്ന കോൺക്രീറ്റ് വാളുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ല എന്നതാണ് ഇവിടുത്തെ ഒരു സ്ഥിതി. അതുകൊണ്ട് തന്നെ പൊതുവിൽ ആളുകൾ പറയുന്നത് JCB ഉപയോഗിച്ച് ഇവിടുത്തെ മാലിന്യം നീക്കം ചെയ്യുന്നു, അല്ലെങ്കിൽ ചെളി കലക്കി വിടുന്നു. അതിനപ്പുറത്തേക്ക് ആഴം കൂട്ടണം, ഒരു ഡ്രഡ്ജിങ് തന്നെ നടത്തണം. എന്നിട്ട് പല സ്ഥലങ്ങളിലും ഈ തോടിന്റെ ആഴം കൂട്ടണം. അങ്ങനെയാണെങ്കിൽ കൂടുതൽ വെള്ളം വഹിക്കാനുള്ള ഒരു ശേഷി തോടിനുണ്ടാകും, കരകവിയുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നതാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രയാസം വളരെ പെട്ടെന്ന് തന്നെ ഈ വീടുകളിലേക്ക് വെള്ളം കയറുകയും പിന്നീട് മഴ ഒന്ന് മാറുമ്പോൾ തിരിച്ച് വെള്ളം ഇറങ്ങുകയും ചെയ്യുന്ന സ്ഥിതിയാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം വളരെ ദുരിതമായ കാഴ്ചയായിരുന്നു. പഴവങ്ങാടിയിലും സമാനമായ ചാല, പഴവങ്ങാടി തുടങ്ങി നഗര ഹൃദയത്തിലെ സ്ഥലങ്ങളിൽ അവിടെ വലിയ വിഷമമുണ്ടാക്കിയത് ഈ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് അവരുടെ സംരംഭങ്ങൾ നടത്തുന്ന വ്യാപാരികളാണ്. അവിടെ ഇന്നലെ നമ്മൾ ഒരു ചെരുപ്പ് കടയിൽ പോയിരുന്നു. അവിടെ ഒരുപാട് അവർക്ക് നഷ്ടമുണ്ടായതായി അവർ പറയുന്നു. കാരണം ലെതറാണ്, ചെറിയൊരു ഈർപ്പം അടിച്ചാൽ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന നിലയാണ്. വളരെ പെട്ടെന്ന് ഈ കടയിലേക്ക് വെള്ളം കയറുകയായിരുന്നു, ആമഴിഞ്ചൻ തോട് കവിഞ്ഞ്. അതുകൊണ്ട് തന്നെ അവർക്ക് സാധനങ്ങളൊക്കെ മാറ്റുന്നതിനും ഒരുപാട് സമയം കിട്ടിയില്ല. ആ നിലയ്ക്ക് ഷൂവിലൊക്കെ ചെറിയൊരു ചെളി പറ്റിയാൽ തന്നെ പിന്നെ അത് വിറ്റുപോകുന്ന കാര്യം വലിയ പ്രയാസമാണ്. ആ നിലയ്ക്ക് വലിയ നഷ്ടം ഓരോ മഴക്കാലത്തും സംഭവിക്കുന്നു എന്ന് വ്യാപാരികൾ പറയുന്നു. വീട്ടുകാരുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. നമ്മൾ ഇന്നലെ കണ്ടതാണ്, ഇന്നലത്തെ ഇവിടുത്തെ ദൃശ്യമുണ്ടായിരുന്നു. ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗം അവിടെ എല്ലാം വെള്ളം നിറഞ്ഞ് വീടുകളിലേക്ക് ആളുകൾക്ക് പ്രവേശിക്കാൻ പോലും കഴിയാത്ത തരത്തിലായിരുന്നു. ഇന്നലെ രാത്രിയും പുലർച്ചെയുമായിട്ടാണ് പിന്നെ പലരും വീടുകൾ വൃത്തിയാക്കിയത്. യഥാർത്ഥത്തിൽ ഇന്നലെ പെയ്ത ദൃശ്യങ്ങൾ, അതോടൊപ്പം ഇപ്പോൾ വിനോദ് തത്സമയം കാണിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ, അത് വിൻഡോകളിൽ വ്യക്തമാണ്. വിനോദ്, ഉണ്ടാകുന്ന ഒരു സംശയം, അപ്പോൾ ഈ കുറച്ച് സമയത്തേക്ക് മഴ മാറി നിന്നാൽ ഇത് ഒഴുകിപ്പോയി അവിടെ എല്ലാം ശരിയാകുന്നൊരു സാഹചര്യമാണോ? അതായത് ഈ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തികൾ, അതായത് ഈ വെള്ളം ഒഴുകുന്നതിന് വിനോദ് തന്നെ സൂചിപ്പിച്ചല്ലോ, അതിലെ തോടിൻ്റെ കര ഉയർത്തിയെങ്കിലും ആ വെള്ളം വരുന്ന പൈപ്പുകൾ താഴ്ന്നാണ് നിൽക്കുന്നത്. അതിന് ഉള്ളിലൂടെ വെള്ളം പുറത്തേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ എത്ര പെട്ടെന്നാണ് ആ വെള്ളം ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നത്? അതാണ് അഭിലാഷ്. കാരണം നമ്മൾ ഈ ഒരു ക്രൈസിസ് മാനേജ്മെന്റ്, ഇങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യുക? ആളുകൾക്ക് 2 മണിക്കൂറെങ്കിൽ 2 മണിക്കൂർ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നു. അത് ഉണ്ടാക്കുന്ന നഷ്ടം ലക്ഷങ്ങളുടെ നഷ്ടമാണ്. ഒരുപക്ഷെ 2 മണിക്കൂറോ മറ്റോ ആയിരിക്കും അവരുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ വെള്ളം കയറുന്നത്. പക്ഷെ ആ 2 മണിക്കൂർ എന്ന് പറയുന്നത് ഏറ്റവും നിർണായകമാണ്. പലരെയും സംബന്ധിച്ച് അവരുടെ സാധനങ്ങൾ വാരി മാറ്റാനോ അത് ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാനോ ഒന്നും കഴിയാത്ത വിധത്തിൽ നോക്കി നിൽക്കുമ്പോൾ കടയ്ക്കുള്ളിലും വീടിനുള്ളിലും വെള്ളം ഉയരുന്ന നിലയ്ക്കുള്ള സാഹചര്യം അവിടെ പല സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ നിൽക്കുന്ന ഈ കണ്ണമൂലയിലേക്ക് ഗൗരീശപട്ടം റോഡാണ്. ഈ റോഡിൽ ഓടയില്ല എന്നതാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പല സ്ഥലങ്ങളിൽ നമ്മൾ നോക്കിയിട്ട് സ്ലാബുകളൊന്നും കാണാനില്ല, അല്ലെങ്കിൽ മാൻഹോളുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് ഓടയില്ല. ഈ റോഡിൽ ഒരുപക്ഷെ ഒരു ഓട നിർമ്മിക്കുകയും ഏതെങ്കിലും ഒരെൻഡിലൂടെ ആ വെള്ളം പമ്പ് ചെയ്ത് ആമഴിഞ്ചൻ തോട്ടിലേക്ക് ഈ കോൺക്രീറ്റ് കൽക്കെട്ടിന് മുകളിലൂടെ ഒരു ചെറിയൊരു മോട്ടോറോ സംവിധാനമോ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് ഈ ആമഴിഞ്ചൻ തോട്ടിലേക്ക് ഒഴുക്കിക്കളഞ്ഞാൽ ഈ ഓവുകളുടെ ആവശ്യം ഒഴിവായി കിട്ടും. ഈ വീടുകളിൽ നിന്ന് വരുന്ന ഓവുകൾ അതെല്ലാം തന്നെ ഒരു ഓടയിലേക്ക് കണക്ട് ചെയ്യുകയും ഈ ഓവുകളെല്ലാം അടയ്ക്കുകയും ഈ ഓടയുടെ ഏതെങ്കിലും ഒരു എൻഡിൽ നിന്ന് വെള്ളം ഇതിലൂടെ, ഈ ഓടയിലൂടെ ചെല്ലുന്ന വെള്ളം ആമഴിഞ്ചൻ തോട്ടിലേക്ക് പമ്പ് ചെയ്ത് വിടുന്ന, അതായത് ഈ കാണുന്ന കോൺക്രീറ്റ് വാളിന് മുകളിലൂടെ ഒരു പൈപ്പ് സ്ഥാപിച്ച് ഇതിനകത്തേക്ക് പമ്പ് ചെയ്ത് വിട്ടാൽ ഒരുപക്ഷെ ഇതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതെല്ലാം നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം ആലോചിക്കേണ്ടതാണ്. നമുക്കറിയാം
നഗരസഭയിലെ ഉദ്യോഗസ്ഥരെ കുറിച്ചൊക്കെ പല സമയങ്ങളിലായി ഉയർന്നു വരുന്ന കാര്യങ്ങൾ, ഓപ്പറേഷൻ അനന്തയൊക്കെ എവിടെ എത്തിയെന്നുള്ള ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എല്ലാ കാലവും കോടിക്കണക്കിന് രൂപ ചെലവിട്ട് ഈ നവീകരണ പ്രവർത്തികൾ, ശുചീകരണ പ്രവർത്തികൾ, ആഴം കൂട്ടൽ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല. ജനങ്ങൾക്ക് അതുകൊണ്ട് ഒരു പ്രയോജനം, ശാശ്വതമായ ഒരു പ്രയോജനമോ അവർക്ക് ആത്യന്തികമായി ഈ വെള്ളക്കെട്ടും അവരുടെ ദുരിതവും ഒഴിഞ്ഞു പോകുന്നൊരു സാഹചര്യവും ഇല്ല. അതിന് കൂടിയാലോചനയാണ്. കൂടുതൽ സാങ്കേതിക വിഭാഗം ഉദ്യോഗസ്ഥരൊക്കെ നഗരസഭയിലുള്ളതാണ്. ആ തരത്തിൽ സർക്കാരിൻ്റെ തന്നെ എഞ്ചിനീയർമാരുള്ളതാണ്. അവർക്കൊക്കെയും ഇതേക്കുറിച്ച് ആലോചിക്കാവുന്നതും ഇതിനൊരു പരിഹാരം കാണാവുന്നതുമാണ്. അത്ര വലിയ പ്രശ്നമാണോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. കാരണം ഒരു വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് കൃത്യമായി ഒരു ആലോചനയിലൂടെ, ആസൂത്രണത്തിലൂടെ ചിന്തിച്ചാൽ ഒരുപക്ഷെ ജനങ്ങളുടെ ഈ പ്രയാസമൊക്കെ മാറ്റിക്കൊടുക്കാൻ കഴിയും. പക്ഷേ അങ്ങനെയുള്ള ആലോചനകളും ചിന്തകളും ഉണ്ടാകുന്നുണ്ടോ? എല്ലാ കാലവും ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് JCB കൊണ്ടുവരുന്നു, മാലിന്യം മാറ്റുന്നു, മഴക്കാലപൂർവ്വ ശുചീകരണം പൂർത്തിയായതായി അറിയിക്കുന്നു, ചിലയിടങ്ങളിൽ ഫെൻസിംഗ് വയ്ക്കുന്നു മാലിന്യം എറിയാതിരിക്കാൻ. അതൊക്കെ നല്ല കാര്യമാണ്. ഇപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ഫെൻസിംഗ് ഒന്നുമില്ല. എങ്കിൽ തന്നെയും ആ മാലിന്യങ്ങളെല്ലാം മാറ്റുന്നുണ്ട്. പക്ഷേ അത് മതിയോ എന്നതാണ് ചോദ്യം. ഈ തരത്തിലുള്ള അശാസ്ത്രീയതയാണ്. അതായത് ഈ കൽക്കെട്ടിന്റെ ഭാഗത്താണ് വീടുകളിൽ നിന്നുള്ള ഓവുകൾ നിൽക്കുന്നത്. അതിന് മുകളിലേക്ക് വെള്ളം മറിയാതിരിക്കാൻ, അല്ലെങ്കിൽ അങ്ങോട്ട് വെള്ളം ചെല്ലാതിരിക്കാൻ വേണ്ടി കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് എന്ത് പ്രയോജനം എന്നതാണ്. ഈ ലെവലിലേക്ക്, ഈ നിലയിലേക്ക് വെള്ളം ഉയരുമ്പോൾ ഈ ഓവുകളിലൂടെ വെള്ളം തിരികെ അങ്ങോട്ട് കയറുകയാണ്. പിന്നീട് ഈ കൽക്കെട്ട് അല്ലെങ്കിൽ ഈ കോൺക്രീറ്റ് വാള് അതുകൊണ്ട് ഒരു പ്രത്യേകിച്ചൊരു പ്രയോജനം എന്ന നിലയ്ക്കില്ല. ഏതായിരുന്നാലും ഇതിന് ഒരു ഓട നിർമ്മിച്ച്, ഈ റോഡിൽ ഓടയില്ല എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം സ്ലാബുകളോ മാൻഹോളോ ഒന്നും തന്നെ ഇല്ല. ഇവിടെ എല്ലാം വെള്ളം നിറയുകയാണ്. ഒരു മഴ ഒന്ന് ശക്തിപ്പെട്ടാൽ അപ്പോഴേക്കും വെള്ളം കയറുകയാണ്. അത് എപ്പോൾ കയറുമെന്ന് പോലും അറിയാത്ത നിലയിലാണ് ആളുകൾ ഇവിടെ കഴിയുന്നത്. പലപ്പോഴും ചിലപ്പോൾ വീടുകളിൽ ആൾ കാണില്ല. അവർ ജോലിക്ക് പോവുകയും അവരുടെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി എവിടേക്കെങ്കിലും പോകുന്ന സമയത്തായിരിക്കും മഴ കനക്കുകയും ഇവിടെ വെള്ളം കയറുകയും ചെയ്യുന്നത്. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉൾപ്പെടെ നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാവും. അവർക്ക് സാധനങ്ങൾ എടുത്ത് മാറ്റാനുള്ള സാവകാശം കിട്ടില്ല. കുട്ടികളുടെ പുസ്തകങ്ങളും വസ്ത്രങ്ങളും ഈ പറയുന്ന സാധനങ്ങളുമെല്ലാം വീടിനുള്ളിൽ നശിച്ചു പോകുന്ന നിലയുണ്ടാവും. പലരും രണ്ടാമത്തെ നിലയിലേക്കാണ് ഈ മഴക്കാലമാകുമ്പോൾ അവരുടെ ഈ വസ്തുവകകൾ, വീടിനുള്ളിലുള്ള ഉപകരണങ്ങളെല്ലാം കയറ്റിവെക്കുന്നത് രണ്ടാമത്തെ നിലയിലേക്കാണ്. രണ്ടാമതൊരു നില ഇല്ലാത്ത ആളുടെ കാര്യമാണെങ്കിൽ വളരെ ഗതികേടായിരിക്കും. കാരണം അവർക്ക് അവരുടെ സാധനം മാറ്റിവെക്കാൻ പോലും ഒരു സ്ഥലമില്ലാത്ത ഇടം. നമ്മളിപ്പോൾ ഈ കാണുന്ന വരികളിലെല്ലാം ഉള്ള വീടുകൾക്ക് ഈ ഇരുനില വീടുകളാണ്. കാരണം ഈ ഇരുനില വീടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ സാധനങ്ങളെങ്കിലും മുകളിലേക്ക് എടുത്ത് വെക്കാൻ കഴിയൂ. ഈ മഴക്കാലത്ത് ആ നിലയ്ക്കുള്ള ഒരു ജീവിത സാഹചര്യമാണ് ഇവിടെയുള്ള ആളുകൾക്ക്. ഇതിനൊരു പരിഹാരം എന്നതാണ് ഈ താൽക്കാലികമായി മാലിന്യം മാറ്റുക, അല്ലെങ്കിൽ മഴക്കാലപൂർവ്വ ശുചീകരണം എന്ന രീതിയിൽ JCB കൊണ്ട് കുറച്ച് ഇവിടെ കാട് പിടിച്ച് കിടക്കുന്ന സാധനങ്ങൾ മാറ്റുക, അതെല്ലാം ആവശ്യമാണ്. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല എന്നത് തന്നെയാണ് ഓരോ മഴക്കാലവും നമ്മളെ പഠിപ്പിക്കുന്നത്. അഭിലാഷ്, റൈറ്റ്. എന്തായാലും 2018 പ്രളയകാലം കേരളത്തിന് പാഠമാകേണ്ട ഒന്നായിരുന്നു. മഴ തിമിർത്താൽ കേരളത്തിൻ്റെ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാകുമെന്ന്. പക്ഷേ ശാസ്ത്രീയമായ ഡ്രെയിനേജ് സംവിധാനങ്ങളൊന്നുമല്ല തലസ്ഥാന നഗരത്തിൽ പോലും എന്നുള്ളതാണ് ജനങ്ങളുടെ ആക്ഷേപം. വിനോദ്, ഇന്നലെ ആമയിഴഞ്ചാൻ തോടിന് ഇരു കരകളിലുമുള്ളവരുടെ പ്രതികരണം ഉൾപ്പെടെ ന്യൂസ് 18 പ്രേക്ഷകരിലേക്ക് എത്തിച്ചപ്പോൾ അവർ ആത്മരോക്ഷം കൊള്ളുന്നത് കണ്ടതാണ്. ഇതേ സാഹചര്യം തന്നെയാണ് കൊച്ചിയിലുമുള്ളത്. കൊച്ചിയിൽ നവമിയാണ് ചേരുന്നത്. പക്ഷേ അതിനു മുമ്പ് വളരെ പെട്ടെന്ന് കോട്ടയത്തെ സാഹചര്യം കൂടി ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ശ്രീജിത്തിലേക്ക് പോകുന്നു. ശ്രീജിത്ത്, തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് എത്തുമ്പോൾ കോട്ടയത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രം വ്യത്യസ്തമാണ്. ഒട്ടേറെ കാർഷിക മേഖലകൾ, ഇന്നലെ നമ്മൾ തിരുവനന്തപുരത്തെ വെള്ളായണി പോലെയുള്ള പ്രദേശങ്ങളിലെ കാർഷിക ദുരിതവും കാണിച്ചതാണ് പ്രേക്ഷകരെ. ഒപ്പം കോട്ടയത്തെ നഗരപ്രദേശവും അതോടൊപ്പം തന്നെ ഈ മലയോര മേഖലയിലുമൊക്കെ എത്രത്തോളം വലിയ ദുരിതമാണ് മഴ വിതച്ചത്. ഇന്നിപ്പോൾ എങ്ങനെയുണ്ട് കാലാവസ്ഥ? അഭിലാഷ്, കഴിഞ്ഞ രാത്രി മുതൽ കാര്യമായ മഴയില്ല എന്നുള്ള ഒരു ആശ്വാസത്തിൽ തന്നെയാണ് കോട്ടയമുള്ളത്. മലയോര മേഖലയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ 3 ഇടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലാണ് പെട്ടെന്നുണ്ടായ ഒരു വലിയ പ്രളയ സമാനമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഈരാറ്റുപേട്ടയിലും പാലാ നഗരത്തിലും ഒക്കെ വെള്ളം കയറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഉരുൾപൊട്ടലിലുണ്ടായ വെള്ളമായതുകൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകുന്ന സ്ഥിതി വിശേഷവും ഉണ്ടായിരുന്നു. അന്ന് രാത്രി തന്നെ അത് ഏതാണ്ട് ഇരു നഗരങ്ങളിൽ നിന്നും ഇറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷേ ഇതിൻ്റെ എല്ലാം ദുരിതം പതിവ് പോലെ പേറുന്നത് കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ ഉള്ള ജനങ്ങളാണ്. തിരുവാർപ്പൂലും അയ്മനത്തും
കുമരകത്തും ഒക്കെയുള്ള അത്രയും താഴ്ന്ന പ്രദേശങ്ങൾ, അതായത് വലിയ നിലയിൽ എത്തിയിട്ടില്ല. സാധാരണ ഒരു 10-30,000 ആളുകളൊക്കെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കൊക്കെ എത്തേണ്ടതാണ്, അതായത് ഒരു സാധാരണ പ്രളയം ഉണ്ടാകുമ്പോൾ. പക്ഷേ ഇത് അത്രത്തോളം എത്തിയിട്ടില്ല. ഏതാണ്ട് 28 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് നിലവിൽ ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. ഈ തിരുവാർപ്പ് അടക്കമുള്ള മേഖലയിൽ മാത്രമാണ് നിലവിൽ മീനച്ചിലാറ്റിൽ നദിയിലെ ജലനിരപ്പ് അപകട നിലയ്ക്ക് മുകളിലുള്ളത്. അതായത് ഏറ്റവും അതിൻ്റെ അവസാന ഭാഗം കായലിന് തൊട്ട് മുമ്പുള്ള പ്രദേശങ്ങളിൽ മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് ഒരു പരിധിവരെ ആശ്വാസമുള്ളത്. കോട്ടയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി മാറുന്നത് ഈ പടിഞ്ഞാറൻ മേഖലയിലെ ദുരിതത്തിനൊപ്പം തന്നെ ഈ കിഴക്കൻ മേഖലയിൽ മലയോര മേഖലയിലുള്ള ഉരുൾപൊട്ടലുകളാണ്. ആ ഉരുൾപൊട്ടൽ ഇത്തവണ വലിയൊരു അപകടമൊന്നും വിതച്ചില്ല. വീടുകൾക്ക് ചെറിയ കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ദുരന്തമായി മാറിയില്ല എന്നത് മാത്രമാണ് ഇതുവരെയുള്ള ആശ്വാസം. കോട്ടയത്തിൻ്റെ ഒരു പ്രളയത്തിൽ എപ്പോഴും ഭയപ്പെടുത്തുന്ന സാഹചര്യവും അതുതന്നെയാണ്. ഈ കൂട്ടിക്കലും ഒപ്പം തന്നെ ഇപ്പുറത്ത് ഈരാറ്റുപേട്ടയുടെ കിഴക്കൻ മേഖലയായ തീക്കോയും പൂഞ്ഞാറും അങ്ങനെ വിവിധ ഇടങ്ങളിലുള്ള ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളിൽ കടുത്ത ജാഗ്രത തന്നെ ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിയന്ത്രണങ്ങളെല്ലാം തന്നെ തുടരുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ഏതാണ്ട് 24 മണിക്കൂറായി അതിശക്തമായൊരു മഴ, തുടർച്ചയായ മഴ അപൂർവ പ്രദേശങ്ങളിൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്നതിൻ്റെ ഒരു ആശ്വാസത്തിലാണ് കോട്ടയം ഉള്ളത്. റൈറ്റ്. കോട്ടയത്ത് നിന്ന് പത്തനംതിട്ടയും ഏതാണ്ട് സമാനമായ ഭൂമിശാസ്ത്രമാണ്. പത്തനംതിട്ടയിൽ നിന്നുള്ള വിശദാംശങ്ങളുമായി ശശിനാരായണൻ അല്പസമയത്തിനകം ചേരും. ഇനി നവമിയിലേക്കാണ്. നവമി കുറച്ചധികം സമയമായി നവമി വെള്ളക്കെട്ടിൽ തന്നെയാണ്. ആ വെള്ളക്കെട്ടിൽ നിൽക്കുക, പ്രത്യേകിച്ച് കൊച്ചി പോലെ ഉള്ള ഒരു നഗരം, അത്രമേൽ വലിയ അഴുക്ക് ചാലുകൾ ആണ് അതിലൂടെ ഒഴുകുന്നത്. അവയൊന്നും വൃത്തിയാക്കിയിരുന്നില്ല എന്നത് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. നവമി മാത്രമല്ല, നമ്മുടെ ക്യാമറ പേഴ്സൺ ആകട്ടെ, നമ്മുടെ എൻ്റെ ടീമാകട്ടെ, അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് നമ്മുടെ ജോലിയുടെ ഭാഗമായി. അപ്പോൾ അവിടെ ജീവിക്കുന്നവരുടെ, ഇതേ വെള്ളക്കെട്ടിൽ തന്നെ തുടരുന്നവരുടെ ഒരവസ്ഥ എത്രത്തോളം ദുരിതപൂർണമാണ്. ഈ മഴ മാറി നിൽക്കുന്നു എന്നതിനപ്പുറത്ത് ഭരണകൂടത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ അവിടെയുള്ളത്? അഭിലാഷ്, ഏകദേശം ഒരു 7:30-8 മണിയോട് അടുപ്പിച്ച് തന്നെ ഞങ്ങൾ ഇവിടെ എത്തി. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തടിപ്പാലത്തെ ചകമ്പുഴ നഗറിന് സമീപത്തുള്ള VR നഗറിലാണ്. ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഈ മുട്ട് അറ്റം എത്തുന്നത് വരെ ഒരു വെള്ളക്കെട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും വെള്ളം ഒഴുകി പോകുന്നുണ്ട്. എങ്കിൽ പോലും ഈ കൈവരി കണ്ടില്ലേ, ഈ കൈവരിയുടെ ഇത്ര ഉണ്ടായിരുന്നു വെള്ളം ഇന്നലെ രാത്രി. ഈ കൈവരി നിറഞ്ഞൊഴുകുന്ന ഒരു അവസ്ഥയായിരുന്നു ഇന്നലെ വെള്ളക്കെട്ട്. അപ്പോൾ ഇവിടെ താമസിക്കുന്നവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിവിടെ എത്തി, പല വീടുകളിലും കയറിയപ്പോൾ അവരൊക്കെ വൃദ്ധരായവരുണ്ട്, കുട്ടികളുണ്ട്, വലിയ അമ്മമാരുണ്ട്. ഇവരൊക്കെ കരഞ്ഞുകൊണ്ടാണ് ഞങ്ങളോട് സംസാരിച്ചത്. ഞങ്ങളുടെ വീടല്ലേ, ഞങ്ങൾക്ക് ഇത് ഉപേക്ഷിച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ കഴിയുമോ? ഇന്നലെ വലിയ തുക കൊടുത്ത് വൃത്തിയാക്കി ഇട്ടതാണ്. കഴിഞ്ഞ ദിവസത്തെ, ഇന്നലത്തെ തലേ ദിവസത്തെ മഴയിൽ വലിയ രീതിയിൽ വെള്ളം കയറി അത് ക്ലീൻ ചെയ്തു. ഇന്നലെയും ഇതേപോലെ തന്നെ വീണ്ടും വെള്ളം കയറുന്ന ഒരവസ്ഥ. വലിയൊരു ദുരിതമാണ് ഇവിടെ ഉള്ളവർക്ക്. ഇന്നലെ രാത്രി കറണ്ടുമില്ലായിരുന്നു. ഈ മഴ പെയ്ത് തോരാതെ 2 മണിക്കൂർ നീണ്ട ഒരു മഴ കഴിഞ്ഞതിന് ശേഷം കറണ്ടുമില്ല. ഇവർക്ക് എങ്ങോട്ട് പോകണം, എന്താണ് സംഭവിക്കുന്നത്, ഞങ്ങളുടെ വീടുകളിലേക്ക് വെള്ളം കയറുമോ എന്നുള്ളൊരു ആശങ്കയിലാണ് ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള എല്ലാ വീട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നത്. നമുക്ക് ചോദിക്കാം, ചേട്ടാ, ഇന്നലെ വലിയൊരു ദുരിതമായിരുന്നു, വീട്ടിലൊക്കെ വെള്ളം കയറി, കുഞ്ഞുങ്ങളും മുതിർന്നവരും ഒക്കെ ഉള്ളതാണ്. എന്തായിരുന്നു അവസ്ഥ? വലൈക്കും സലാം. ആരാ? ഇന്നലെ രാത്രിയിൽ വെള്ളത്തിൽ, മിഞ്ഞാന്ന് രാത്രിയിൽ വെള്ളത്തിലെങ്ങാനും കൂടുതലാണ് ഇന്നലെ രാത്രിയിലെ വെള്ളം. ഇതിൽ കൂടി വെള്ളം ഒഴുകിയിട്ട് എൻ്റെ വീട് പിന്നെ പുറകില, അതിൻ്റെ അകത്ത് നിറച്ച് വെള്ളം, കട്ടിൽ കിടക്കണതിൻ്റെ അത്രയും പൊക്കത്തിൽ വെള്ളമാണ്. കുറേ സാധനം മാറ്റി, കുറേ സാധനമൊക്കെ പോയി. കിടക്ക, പിന്നെ അലമാരിയുടെ, പിന്നെ ഫ്രിഡ്ജ്, അതെല്ലാം പോയി. അതൊക്കെ വെള്ളം കയറി പോയി. ഒന്നും എടുത്തു നോക്കാൻ പറ്റിയില്ല. എവിടെ എടുത്തു നോക്കാൻ സ്ഥലവും ഇല്ല. അതിനു മുമ്പ് വെള്ളം കയറി. പെട്ടെന്ന് വന്ന് കയറിയ വെള്ളം ആയതുകൊണ്ട് ഞങ്ങൾക്കൊന്നും മാറ്റാൻ പറ്റിയില്ല. എല്ലാ സാധനങ്ങളും നശിച്ചു പോയി. പിന്നെ പൊടി കൊച്ചുങ്ങളല്ലേ, എല്ലാത്തിനെയും എടുത്തോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറണ്ടേ. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയായിരുന്നു. എന്ത് ചെയ്യാനാ? ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയാൽ കൊള്ളാം. ഇതിനു മുമ്പും ഇത്തരത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പൊ 4 പ്രാവശ്യം കൊണ്ട് കയറുന്ന. ഇനി വീട് ഇടിഞ്ഞു വീഴുമോന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പരുവത്തില് ഇതിന്റെ പുറകിൽ 2 വീടുണ്ട്. ആ 2 വീട്ടിലും നിറച്ച് ഞങ്ങളുടെ ഇളിക്കൊപ്പം വെള്ളമായിരുന്നു. പിന്നെ ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടെ വന്നിരുന്നു.
പിന്നെ ഇത്രയും സ്ഥലം ഉണ്ടായിരുന്നു. ഇതിലും അങ്ങോട്ട് വെള്ളം കയറിയാൽ പിന്നെ ഞങ്ങൾക്ക് എങ്ങോട്ടും പോകാൻ വഴിയില്ല. തോട് നിറഞ്ഞു കിടക്കുമല്ലേ, പിന്നെ എന്ത് ചെയ്യാനാ? ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വെള്ളക്കെട്ടുണ്ടാവുന്ന സമയത്ത് ജനപ്രതിനിധികളൊക്കെ ഇവിടെ വന്ന് എന്താണ് പറയുന്നത്? അന്ന് 18-ലെ വെള്ളപ്പൊക്കത്തിൽ കഴിഞ്ഞിട്ട് പിന്നെ ഒരു വെള്ളപ്പൊക്കമുണ്ട്. അന്നേരം മന്ത്രിയായിരുന്നു ഇവിടെ, നമ്മുടെ രാജീവ് മന്ത്രി ഇവിടെ വന്ന് കണ്ട് സംസാരിച്ച് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് ഇത് കൊടുത്ത് കംപ്ലീറ്റ്. അപ്പം മുനിസിപ്പാലിറ്റി കൈ ഒഴിഞ്ഞ്, MLA കൈ ഒഴിഞ്ഞ്. ഇവരിപ്പോൾ ഒന്നും മിണ്ടണില്ല. ഒരുപാട് കാശ് തുകകൾ അനുഭവിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, 10 പൈസ ഇവിടെ ചെലവാക്കിയിട്ടില്ല. അഭിലാഷ്, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒഴുകുന്ന വെള്ളം ചെന്നെത്തേണ്ടത് ഇടപ്പള്ളി തോടിലേക്കാണ്. ഇന്നലെ തന്നെ ഹൈക്കോടതിയിൽ ഈ കൊച്ചിയിലെ നഗരത്തിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് ഹർജി പരിഗണിക്കുമ്പോൾ അമിക്കസ് ക്യൂറിയുടെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, ഇടപ്പള്ളി ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഈ കളമശ്ശേരി ഭാഗങ്ങളിലൊക്കെ എത്തുന്ന ഇങ്ങനെയുണ്ടാകുന്ന വെള്ളക്കെട്ട് ഒഴുകി എത്തേണ്ടത് ഇടപ്പള്ളി തോടിലേക്കാണ്. അവിടെ കൃത്യമായി വൃത്തിയാക്കൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. എക്കൽ മണ്ണ് അടിഞ്ഞു കൂടുന്നുണ്ട്. ഇത് വൃത്തിയാക്കാതെ ഈ വെള്ളക്കെട്ടിന് ഒരു പരിഹാരം ഉണ്ടാകില്ല എന്ന് ഇന്നലെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇന്നലെ ഹൈക്കോടതി രൂക്ഷ വിമർശനമാണ് കൊച്ചി നഗരസഭയ്ക്കും കൊച്ചി കോർപ്പറേഷനും കളമശ്ശേരി നഗരസഭയ്ക്കും തൃക്കാക്കര നഗരസഭയ്ക്കുമെതിരെ ഉന്നയിച്ചത്. ഇത് നിങ്ങളുടെ മാത്രം അനാസ്ഥയാണ്. ഇത്തരത്തിലൊരു ഇനിയും ഈ കൊച്ചിയിലെ 2018-ലെ ഒക്കെ പ്രളയത്തിൽ എന്തായിരുന്നു കൊച്ചിയുടെ അവസ്ഥയെന്ന് നമ്മൾ കണ്ടതാണ്. അതുപോലൊരു അവസ്ഥയിലേക്ക് ജനങ്ങളെ വിട്ടുകൊടുക്കരുതെന്ന് ഇന്നലെ ഹർജി പരിഗണിച്ചപ്പോൾ തന്നെ കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ റെസിഡൻസ് അസോസിയേഷന്റെ ഒരു പ്രതിനിധി കൂടി നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഇത് സ്ഥിരം കാഴ്ചയാണ് ഈ നഗരത്തിലേത്. ഈ ആളുകളുടെ ദുരിതം ഇപ്പോഴും തീരുന്നില്ല. എന്താണ് ഇങ്ങനൊരു പ്രശ്നം ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ നിൽക്കുന്നത്? ഇത് പരിഹരിക്കാനായിട്ട് വ്യക്തമായിട്ട് എല്ലാവർക്കും എല്ലാം അറിയാം. അവർ ചെയ്യാത്തതാണ്. കളമശ്ശേരി നഗരസഭയും മന്ത്രിയും എല്ലാം 2 വർഷം മുമ്പ് ഇവിടെ വന്ന് കണ്ട് ഇറിഗേഷൻ വകുപ്പ് 14.5 കോടി രൂപ പാസ്സാക്കിയിട്ടുള്ളതാണ്. ഈ ഫണ്ട് ഇല്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഈ തോട് എന്നെ ചെറുപ്പകാലത്ത് എല്ലാം 6 മീറ്റർ വീതി ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ആകെ 2 മീറ്ററേ ഉള്ളൂ. ഈ 2 മീറ്റർ വീതിയുള്ളവർക്ക് കൂടി വെള്ളം ഒഴുകിക്കഴിഞ്ഞാൽ ഈ വെള്ളം മുഴുവൻ എങ്ങനെ വരുന്നത്? അതുകൂടാതെ മുകൾ ഭാഗത്തു നിന്ന് ഒരുപാട് വെള്ളം ഇങ്ങോട്ട് കുത്തി ഒലിച്ച് വരുന്നുണ്ട്. അത് വഴിക്കിരിക്കി വിടാനായിട്ട് ആരും പരിശ്രമിക്കുന്നില്ല. 2 വർഷം മുമ്പ് ഇവിടെ ഒരു ചിക്കൻ കട നടത്തിയിരുന്ന പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി ഈ കട നിർത്തി പോകേണ്ട അവസ്ഥ വന്നു. അങ്ങനെ ഇവിടെ ഒരുപാട് ഇതിൻ്റെ പരിസരത്ത് ഒറ്റേറെ പാവപ്പെട്ടവർ താമസിക്കുന്നുണ്ട്. അവർക്കൊന്നും ഒരു ഗതിയില്ല, എങ്ങോട്ടും പോകാനും വഴിയില്ല. ഈ വെള്ളപ്പൊക്കം ഉണ്ടാവുന്ന സമയത്ത് വന്ന് എന്തെങ്കിലും മീറ്റിംഗ് വിളിച്ചുകൊണ്ട് ഒരു പരിഹാരവും ഉണ്ടാവുന്നില്ല. എല്ലാ വർഷവും വെള്ളപ്പൊക്കം വരുന്നതാണ്. അത് മന്ത്രിക്കും അറിയാം, നഗരസഭയ്ക്കും അറിയാം, എല്ലാം അറിയാം. ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം. അടിയന്തരമായി കോടതി ഇടപെടണം. കാര്യം ജനപ്രതിനിധികളൊന്നും ഇതിന് കാര്യമായിട്ടൊരു നടപടി എടുക്കുന്നില്ല. അതുകൊണ്ട് കോടതിയുടെ ശക്തമായ ഇടപെടൽ മാത്രമേ ഞങ്ങൾക്കിനി ആശ്രയമുള്ളൂ. അഭിലാഷ്, ഈ ജനപ്രതിനിധികളുടെ ഒരു വലിയ അനാസ്ഥയാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇന്നലെ തന്നെ ഈ വെള്ളക്കെട്ട് കൊച്ചി നഗരത്തിൽ ഇടപ്പള്ളി പോലുള്ളൊരു നഗരമൊക്കെ എത്രമാത്രം മുങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടതാണ്. ഇടപ്പള്ളിയുടെ മാത്രം അവസ്ഥയല്ല, കളമശ്ശേരി, മൂലേപ്പാടം, തൃക്കാക്കര ഭാഗങ്ങളിലൊക്കെ വലിയ വെള്ളക്കെട്ട്. രാത്രി തന്നെ ഫയർഫോഴ്സ് എത്തി ഈ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നു. ഇതിനോടകം തന്നെ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ കൊച്ചി നഗരത്തിൽ എറണാകുളത്ത് തുറക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഇന്നലെ ഹൈക്കോടതി വിമർശനത്തിനിടയിൽ പരാമർശിച്ച ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഈ മഴ വന്ന് ഉച്ചയിൽ നിൽക്കുമ്പോഴാണോ നിങ്ങൾ ഈ ശുചീകരണ പ്രവർത്തനത്തെക്കുറിച്ച് ഓർക്കുന്നത് എന്നുള്ളൊരു പരാമർശം ഇന്നലെ കോടതി നടത്തിയിരുന്നു. അത് തന്നെയാണ് ഈ കൊച്ചി മേയർ ആയിക്കോട്ടെ തരുന്ന വിശദീകരണം. പെട്ടെന്നുണ്ടായ മഴയാണ്, അല്ലെങ്കിൽ ഈ മേഘവിസ്ഫോടനം ഉണ്ടായതുകൊണ്ടാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ കൊച്ചിയിൽ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായി നടക്കുന്നുണ്ടെന്നുള്ളൊരു വിശദീകരണം നൽകുന്നുണ്ട്. പക്ഷേ ഇത് വെറും ഒരു പൊള്ളയായ വാദമാണ്. ഇതൊക്കെ പ്രതീക്ഷിച്ച് വേണ്ടേ നമ്മൾ ശുചീകരണ പ്രവർത്തനങ്ങളും കാനകളുടെ ഒരു വ്യാപ്തിയൊക്കെ പരിശോധിക്കേണ്ടേ? ഇത് ഇന്നലെ മാത്രം തുടങ്ങിയതല്ല. ഈ 2018-ന് ശേഷമൊക്കെ ഇവിടെ ഉണ്ടാകുന്ന ഒരു മഴയിൽ, ഒരു 3-4 മണിക്കൂർ തോരാതെ പെയ്യുന്ന മഴയിൽ കൊച്ചി നഗരം മുങ്ങുന്നത് ഒരു പതിവ് കാഴ്ചയായി മാറുകയാണ്.
വീട്ടിലൊക്കെ ഈ 2 നില വീടുകാരാണെങ്കിൽ താഴത്തെ സാധനങ്ങളൊക്കെ മുകളിലേക്ക് വെച്ച് അവിടെ സുരക്ഷിതമായി നിൽക്കാം. ഈ 1 നില വീട്ടുകാരൊക്കെ എന്ത് ചെയ്യുമെന്നുള്ളൊരു ഉദാഹരണമാണ് ഇത്. വീട്ടിലൊക്കെ വെള്ളം കയറി വീട്ടുകാർ ഇത് ക്ലീൻ ചെയ്യുന്ന കാഴ്ചയാണിത്. ഇവർക്കും താമസിക്കണം. വലിയ ഒരു ദുരിതം തന്നെയാണ്. ഇന്നലെ രാത്രിയോളം കറണ്ട് ഇല്ലായിരുന്നു. പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാനുള്ള വെള്ളമില്ല. കിടന്നുറങ്ങും മനസമാധാനത്തിൽ ഉറങ്ങാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്കായിരുന്നു. ചേട്ടാ, ഇന്നലെ രാത്രി വലിയ വെള്ളം കയറിയല്ലേ വീട്ടിന്റെ ഉള്ളിലേക്ക്? വര കാണുന്നില്ല, അത്രയും വെള്ളം കയറിയേക്കാണ്. കട്ടിലിന്റെ മേളിൽ വെള്ളമാണ്. മിനിങ്ങാന്ന് കട്ടിൽ മുങ്ങി, ബെഡെല്ലാം നനഞ്ഞു പോയി. അപ്പോൾ ഇന്നലെ വെള്ളം കയറണമെന്ന് ഓർത്തുകൊണ്ട് 2 കട്ടയൊക്കെ കയറ്റി വെച്ച് അതിൻ്റെ മേളിലാണ് കട്ടിൽ കയറ്റി വെച്ചത്. എന്നിട്ട് അതിൻ്റെ മേളിൽ വെള്ളമായി. അലമാരയൊക്കെ ചെന്ന് നോക്കുക, അകത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം അലമാരയെ ഞങ്ങൾ കയറ്റി വെച്ചേക്കുക. എന്നിട്ടും അലമാരയുടെ 2 തട്ട് വരെ വെള്ളം കയറി വെക്കുവാണ്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഞങ്ങൾ കയറ്റി വെക്കാവുന്നിടത്തോളം കയറ്റി വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റുമോ? കുറേ വാഷിംഗ് മെഷീനെല്ലാം പോയി. വാഷിംഗ് മെഷീനൊക്കെ കയറ്റി വെക്കാൻ സ്ഥലമില്ലായിരുന്നു. ഫ്രിഡ്ജ് ഞങ്ങൾ അടുക്കള സ്ലാബിൻ്റെ മേളിലാണ് കയറ്റി വെച്ചേക്കുന്നത്. ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ പോലും പറ്റിയില്ല. ഒരു സാധനം ഇറക്കി വെക്കുമ്പോൾ ഇപ്പോൾ അടുത്ത മഴ പെയ്യും. ഇനി ഇതെല്ലാം കൂടെ ഇവിടെ കയറ്റി വെക്കും. അതുകൊണ്ട് ഒരു സാധനം ഇറക്കി വെച്ചിട്ടില്ല. ഭക്ഷണം ഞങ്ങൾ കടയിൽ പോയാണ് മേടിച്ച് കഴിച്ചത്. ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റണ്ടേ? പെരയ്ക്കകം കിടക്കുന്നില്ല. ഈ അഴുക്കിനകത്തിരുന്ന് എങ്ങനെ ഭക്ഷണം കഴിക്കും? വിശക്കുന്നില്ലേ മനുഷ്യൻ? ഇന്നലെ ഉച്ചയായപ്പം തൊട്ട് തുടങ്ങിയാണ്. ഇന്നലെ 12 മണി കഴിഞ്ഞപ്പോഴാണ് ക്ലീനിങ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. മിനിങ്ങാനത്തെ മഴ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം 5 മണിയായപ്പോഴത്തേക്കും പിന്നെയും വെള്ളം കയറി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ ക്ലീൻ ചെയ്യാണ്ട് ഇട്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ അടുത്ത മഴ വരുന്നുണ്ട്. വെറുതെ ഇത്രയും പണിയെടുത്ത് വെച്ച് ക്ലീൻ ചെയ്ത് കഴിയുമ്പം പിന്നെ മഴ പെയ്ത് വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? എല്ലാ സാധനവും നശിച്ചു പോവുകയാണ്. അഭിലാഷ്, ജനങ്ങളുടെ ഒരു കാണിക്കാൻ പറ്റുവാണെങ്കിൽ ഒന്ന് കാണിക്കുക. ഇതിൽ ഈ വെള്ളം കെട്ടുള്ളിടത്തോടെ വണ്ടികൾ പരമാവധി ഓടിച്ചുകൊണ്ട് വരാതിരിക്കാൻ കാണുന്നവരൊന്ന് സഹകരിക്കാൻ പറ. കാരണം വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, അതിൽ വണ്ടി പോകുമ്പോഴത്തേന് ഈ ഓളം തള്ളി അവർക്ക് ബോധമില്ല. എല്ലാവരും മനുഷ്യന്മാരാണ്. അപ്പോൾ അവരാ വെള്ളം കാണുമ്പോൾ വണ്ടിക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. ഈ വെള്ളത്തിൽ കിടക്കുന്നവരുടെ ദുരിതം മനസ്സിലാക്കുക. കാരണം വെച്ചാൽ അവർക്ക് വണ്ടിയിൽ നിന്ന് അങ്ങ് പോയാൽ മതി. ഈ വണ്ടി പോകുമ്പോഴത്തേക്കും വെള്ളം ഓളം തള്ളിച്ച് ഈ പെരയ്ക്കകത്തേക്കും എല്ലാം അടിച്ചു കയറുന്നത്. ഈ കണ്ട സാധനങ്ങളെല്ലാം ആ ഒരൊറ്റ ഇരച്ചിലിൽ വെള്ളം എല്ലാം കയറുവാണ്. ആൾക്കാർക്ക് ഒരു ബോധം വേണ്ടേ? അത് എങ്ങനെയാലും ഒന്ന് അതും പിന്നെ ബാക്കിയുള്ള ക്ലീനിങ് കാര്യങ്ങളും അതൊക്കെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ വർഷവും ചെയ്യാന്ന് പറയുന്നതല്ലാണ്ട് ആരും ഒന്നും ചെയ്യുന്നുമില്ല. ഇപ്പോൾ തന്നെ കണ്ടില്ല, ഇന്നലെ വന്നിച്ച് കിടക്കുന്നതാണ് അതേ സാധനങ്ങൾ. ഇച്ചിരി മുമ്പ് അവിടെ വന്നിച്ച് എന്തോ വണ്ടിയിലൊക്കെ കയറ്റിക്കൊണ്ട് പോകണുണ്ട്. ഇങ്ങോട്ട് വന്ന് ഇതൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പാടില്ലേ? ഇത് പിന്നെയും തടസ്സമല്ലേ? വെള്ളം ഒഴുകി പോകുന്നില്ല. ഇന്നലെ രാത്രി കഴിഞ്ഞ പിന്നെ ഇതുവരെ മഴ പെയ്തിട്ടില്ല. എന്നിട്ട് ഇത്രയും നേരമായിട്ട് വെള്ളം ഇറങ്ങിപ്പോയിട്ടില്ല. ഇതുപോലെ പല തടസ്സങ്ങളും താഴെ ഭാഗങ്ങളിലെ തടസ്സങ്ങളും അതാണ് വെള്ളം ഒഴുകി പോകാത്തത്. അഭിലാഷ്, ഈ കാനകളിൽ നിന്നും വൃത്തിയാക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളായിക്കോട്ടെ മറ്റു മാലിന്യങ്ങളെല്ലാം ഈ കരയോട് ചേർത്ത് വെക്കുന്നു എന്നല്ലാതെ പിന്നീട് നഗരസഭ ഇത് കൊണ്ടുപോകാനുള്ളൊരു നടപടി സ്വീകരിക്കുന്നില്ല. വീണ്ടും ഈ കാനകളിലേക്ക് വെള്ളം ഇറങ്ങുവാണ്. ദേ നമ്മൾ ദൃശ്യങ്ങൾ കാണാം. ഈ കരയ്ക്ക് കോരി വെച്ച മാലിന്യങ്ങൾ വീണ്ടും ദേ ഈ ഓടയിലേക്കും കാനകളിലേക്കും വീഴുന്നു. ഈ വെള്ളത്തിന്റെ ഒഴുക്കിന് തടസ്സപ്പെടുത്തുന്നു. ഇത് തന്നെയാണ് ഇവിടെ വെള്ളക്കെട്ടിന് പ്രധാന കാരണം. ഇതൊക്കെ നമ്മുടെ അധികൃതർ ഒന്ന് കണ്ണ് തുറന്ന് ഇവിടേക്ക് വന്ന് നോക്കി ഈ പാവപ്പെട്ട കുറച്ച് ജനങ്ങളുടെ ദുരിതം മനസ്സിലാകും. അവർക്ക് കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ആഹാരം കഴിക്കാൻ വരാത്ത അവസ്ഥയാണ്. എന്ത് വിശ്വാസത്തിൽ ഈ വെള്ളക്കെട്ടിൽ അവർ കിടന്നുറങ്ങുമെന്നാണ് ഓരോ വീട്ടുകാരും ചോദിക്കുന്നത്. ഇത് തന്നെയാണ് കൊച്ചിയിലെ മറ്റിടങ്ങളിലെയും അവസ്ഥ. എന്തായാലും വരും മണിക്കൂറിൽ മഴ കനക്കുമെന്നുള്ളൊരു ആശങ്കയാണ് ഇപ്പോൾ കൊച്ചിക്കാർക്കുള്ളത്. ഇങ്ങനെ മഴ കനത്താൽ തങ്ങൾ എങ്ങോട്ടേക്ക് പോകും? ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോയാൽ പോലും അവിടെയുള്ള അവസ്ഥയും വ്യത്യസ്തമല്ല. നമ്മൾ കാണുന്നതാണ്. ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകാൻ മടിക്കുന്നതും പലരും അതുകൊണ്ട് തന്നെയാണ്. ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ കിടക്കുന്നതിന് ഭേദം തങ്ങളുടെ വീട്ടിൽ തന്നെ ഈ വെള്ളത്തിൽ കിടക്കുന്നതല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത്. ഇന്നലെ ഫയർഫോഴ്സ് ഒക്കെ എത്തി ഇവരെ മാറ്റുന്ന സമയത്തും ഇതേ കാര്യം തന്നെയാണ് ആ ഉദ്യോഗസ്ഥരോടും ഇവർ ചോദിച്ചത്. എന്തായാലും വരും മണിക്കൂറിൽ കൊച്ചി നഗരത്തിൽ മഴ കനക്കും. കൊച്ചിയിൽ എറണാകുളത്ത് മഴ കനക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പലയിടങ്ങളിലും വെള്ളം ഇറങ്ങിപ്പോയി എങ്കിലും ഇപ്പോഴും ഈ ദുരിതത്തിന്റെ ബാക്കി പത്രം എന്നോണം വീടുകളിൽ നിന്നൊക്കെ മാനസികമായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് ഈ വീട്ടുകാർക്കൊക്കെ അനുഭവപ്പെടുന്നത്. അഭിലാഷ്, തീർച്ചയായും കൊച്ചി നഗരത്തിലെ ദുരിത കാഴ്ചയാണ് വിശദമായി നവമി പങ്കുവച്ചത്. പക്ഷേ മഴ വരാനിരിക്കുന്നു എന്ന് തന്നെയാണ്. കാലവർഷം ഇന്ന് തന്നെ എത്തിയേക്കുമെന്ന സൂചനകളുണ്ട്. അങ്ങനെയെങ്കിൽ ഇവരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാകും എന്ന് തന്നെ നമുക്ക് പറയേണ്ട സാഹചര്യമാണ് ഉള്ളത്. പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ കൂടി ചേരുന്നുണ്ട്. ശശിനാരായണൻ, പത്തനംതിട്ട ഇപ്പോൾ കൊച്ചി എന്നത് പൊതുവെ ഭൂമിശാസ്ത്രപരമായി താഴ്ന്ന പ്രദേശം ആണ്, സമുദ്രനിരപ്പിനോട് അടുത്ത പ്രദേശമാണ്. പക്ഷേ പത്തനംതിട്ട മറ്റൊരു രീതിയിലാണ്, ഉയർന്ന കുന്നിൻ പ്രദേശങ്ങളുണ്ട്. അതേസമയം അവിടെയും ഈ ഉരുൾപൊട്ടൽ പോലെയുള്ള സാധ്യതകൾ, വ്യാപകമായ കൃഷിനാശങ്ങളൊക്കെയാണ് ഉണ്ടാകാറുള്ളത്. ഇപ്പോൾ അവിടുത്തെ ഒരു കാലാവസ്ഥ എങ്ങനെയാണ്? മഴയ്ക്ക് ശമനമുണ്ടോ?
അഭിലാഷെ, പത്തനംതിട്ടയിൽ ഇപ്പോഴും മഴ ശക്തമായി പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പല ജില്ലയുടെ പരക്കെ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മലയോര മേഖലയിൽ അടക്കം നഗരപ്രദേശങ്ങളിലുമൊക്കെ മഴ പെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രിയിലും ഭയങ്കരമായ രീതിയിൽ വലിയ തോതിൽ മഴ അപ്പർ കുട്ടനാട് മേഖലയിൽ ലഭിച്ചിരുന്നു. തിരുവല്ല, കടപ്ര മഴ ശക്തമായ രീതിയിൽ ഉണ്ടായിരുന്നു. ഇതിന്റെ ഒരു വലിയ ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങളൊന്നുമില്ലെങ്കിൽ തന്നെ വെള്ളക്കെട്ട് വലിയ രൂക്ഷമായിരിക്കുന്നു. വീടുകളിലൊക്കെ വെള്ളം കയറിയ സാഹചര്യമുണ്ട്. അപ്പർ കുട്ടനാട് മേഖലയുടെ താഴ്ന്ന പ്രദേശങ്ങളാണ് ഈ വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത്. പല വീടുകളിലും വെള്ളം കയറി ആളുകൾക്ക് താമസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവല്ല, കവിയൂർ, തിരുമൂലപുരം എന്നിടത്ത് 3 ക്യാമ്പുകൾ ഇന്നലെ തുറന്നു. 17 പേരെ ജില്ലാ ഭരണകൂടം മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. നിലവിൽ അച്ചൻകൂലാർ, അതുപോലെ തന്നെ പമ്പ നദികളിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. മറ്റ് മേഖലകളിൽ ഈ ജലനിരപ്പ് ഉയർന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഈ വെള്ളം ഒഴുകിയെത്തുമ്പോൾ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുള്ളത്. അതുകൊണ്ടാണ് അപ്പർ കുട്ടനാട് മേഖലയിൽ ഇത്തരത്തിലൊരു വലിയ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത്. ഇന്നലെ ഗതാഗതം ഈ പ്രദേശങ്ങളിൽ ഭാഗികമായി തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെ തുടർന്ന് വെള്ളം ഇറങ്ങിയതിനു ശേഷമാണ് ഗതാഗതം ഈ തിരുവല്ല, പുല്ലാട് മേഖലകളിലൊക്കെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത്. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ നിലവില്ല. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് മഴ തുടർച്ചയായി പെയ്യുന്നുണ്ടെങ്കിലും ശക്തമല്ലാത്ത രീതിയിൽ, അതായത് തുടർച്ചയായി മഴ ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതായത് രാത്രിയിൽ പെയ്യുന്ന മഴ വളരെ ശക്തി കുറവാണ്. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴുകിയെത്തുന്ന അളവും കുറവുണ്ട്. അത്തരത്തിൽ വെള്ളം ഭൂമി താഴ്ന്നുകൊണ്ട് തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടാത്ത ഈ പത്തനംതിട്ട, കോന്നി മേലൊക്കെ വെള്ളക്കെട്ട് ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷെ അതേസമയം താഴ്ന്ന പ്രദേശമായ അപ്പർ കുട്ടനാട്ടിലൊക്കെ ഇതിന്റെ ഒരു വലിയ ദുരിതം ജനങ്ങൾ അനുഭവിക്കുന്നു. ഈ വെള്ളം ഒഴുകി സാധാരണ അപ്പർ കുട്ടനാട് മേഖലയിലാണ് ചില തിരുവല്ല പോലുള്ള ഭാഗങ്ങൾ, കടപ്ര, നിരണം, തിരുവല്ല ഈ മേഖലകളിലൊക്കെ വെള്ളക്കെട്ട് ഇപ്പോഴും രൂക്ഷമാണ്. വലിയ പ്രതിസന്ധിയും ദുരിതവും ഈ മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്നു. മലയോര മേഖലയിലേക്കുള്ള യാത്രകൾക്കും ഒക്കെ വലിയ രീതിയിലുള്ള നിയന്ത്രണമുണ്ട്. കാരണം രാത്രികാലങ്ങളിലും അതുപോലെ തന്നെ പകൽ സമയങ്ങളിലൊക്കെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലയാണ് മലയോര മേഖല. അതുകൊണ്ട് ഉരുൾപൊട്ടലുള്ള സാഹചര്യമുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ദുരന്ത സാഹചര്യമുള്ള മേഖലകളിൽ നിന്നൊക്കെ ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കാനൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആളുകൾ അത്തരത്തിൽ മാറി താമസിച്ചിട്ടില്ല. അതിനൊരു ജാഗ്രതാ നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ മഴ പരക്കെ ജില്ലയിൽ ലഭിക്കുന്നുണ്ടെങ്കിലും 2018 പോലെ പ്രളയത്തിൻ്റെതായ സാധ്യതയായ അത്തരമുള്ള കാര്യങ്ങളൊന്നും തന്നെ ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ മഴ ഇപ്പോഴും ഈ കാലവർഷം കഴിഞ്ഞ വേനൽ മഴ തൊട്ടിങ്ങോട്ട് എല്ലാ ദിവസവും കൃത്യമായി മഴ ലഭിക്കുന്നുണ്ട്. ആ മഴയ്ക്ക് വലിയ രീതിയിൽ, വലിയ ശക്തമായ രീതിയിൽ മഴ, അതിതീവ്ര മഴ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ചാറ്റൽ മഴ പോലുള്ള മഴ ആണുള്ളത്. അതുകൊണ്ട് വലിയ കാര്യമായ രീതിയിലൊന്നും ജനങ്ങളെ വെള്ളക്കെട്ടോ മറ്റു വെള്ളപ്പൊക്കമോ മറ്റു ബുദ്ധിമുട്ടോ ക്യാമ്പുകളൊക്കെ തുറക്കുന്ന കാര്യത്തിലൊക്കെ അത്തരത്തിലുള്ള ആൾക്കാർ ദുരിതമില്ല. പക്ഷേ അപ്പർ കുട്ടനാട് മേഖലയാണ് ഈ മഴയുമായി വന്ന മഴക്കെടുതികൾ, കൃഷിനാശം സംഭവിക്കുന്നത്. കർഷകരുടെ നെല്ലും അതുപോലെ തന്നെ കാർഷിക വിളകളും നശിക്കുന്ന ഒരു സാഹചര്യം അപ്പർ കുട്ടനാട് മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് വലിയ നാശനഷ്ടങ്ങളും ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങളും ആ മേഖലയിൽ ഉണ്ടായിട്ട് ഇപ്പോഴും ഈ വെള്ളക്കെട്ട് ഇറങ്ങാനൊക്കാത്തൊരു കാര്യം. അത് വെള്ളം ഒഴുകിപ്പോകാൻ കഴിയാത്ത രീതിയിലുള്ള സാഹചര്യമുണ്ട്. ഓടകളും അതുപോലെ തന്നെ ഈ കാനയും ഒക്കെ വൃത്തിയാക്കാത്ത സാഹചര്യത്തിലാണ് ഇതിലുള്ള പ്രതിസന്ധി അവിടെയും നേരിടുന്നത്. എന്തായാലും ആലപ്പുഴ അടക്കം മേഖലകൾക്ക് ഇവിടെ ഒഴുകിയെത്തുന്ന വെള്ളം എത്തുന്നതോടുകൂടി അവിടെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. മഴ ഇപ്പോഴും ഈ ജില്ലയിൽ പരക്കെ എല്ലാ മേഖലയിലും ലഭിക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ ഇപ്പോഴും മഴ തുടരുന്ന സാഹചര്യമുണ്ട്. മലയോര പ്രദേശങ്ങളിൽ വലിയ ബുദ്ധിമുട്ടില്ല എങ്കിലും അപ്പർ കുട്ടനാട്ടിൽ ജനങ്ങൾ ദുരിതത്തിലാകുന്ന സാഹചര്യമുണ്ട്. അതേസമയം കാലവർഷം ഇന്ന് എത്തും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നത്. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഷംന കൂടി ചേരുന്നുണ്ട്. ഷംന, ഇതിലിപ്പോൾ ഈ അറിയിപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഈ മണിക്കൂറുകളിൽ ഉണ്ടായിട്ടുണ്ടോ? കാലവർഷം കനക്കും എന്ന് തന്നെയാണോ ഇപ്പോഴും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്? ഇന്ന് മൂന്ന് ജില്ലകൾ ഒഴികെ വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെ ബാക്കി 11 ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ടാണ്. വരും ദിവസങ്ങളിലും മഴ കനക്കും തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ശക്തമായി മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ പെയ്യുന്നത് കാലവർഷമാണ് എന്ന തരത്തിൽ ചില സ്വകാര്യ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അത് സംബന്ധിച്ച് സർക്കാർ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം നടത്തിയിരുന്നില്ല. എന്തായാലും ഇന്ന് കാലവർഷം എത്തിയേക്കുമെന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. കാരണം നമുക്കറിയാം, കാലവർഷം സ്ഥിരീകരിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളൊന്നും പൂർത്തിയാകാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് സംബന്ധിച്ച ഒരു മുന്നറിയിപ്പോ സ്ഥിരീകരണമോ ഒന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിക്കാതിരുന്നത്. എന്നാൽ ഇപ്പോൾ 14 മഴ മാപ്പിനുകളിൽ 8 എണ്ണത്തിൽ, അതായത് 60%
ദിവസമെങ്കിലും തുടർച്ചയായി 2 ദിവസം ഒരു നിശ്ചിത അളവിൽ മഴ ലഭിക്കേണ്ടതുണ്ട്. ആ ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാലവർഷം എന്നെത്തും എന്ന തരത്തിലുള്ള ഒരു സ്ഥിരീകരണം ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ അത് പൂർത്തിയാകി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാലവർഷം ഇന്ന് എത്തും എന്ന തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. എന്തായാലും മഴ കനക്കും, ശക്തമായ മൺസൂൺ ആയിരിക്കും ഇത്തവണ എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ജൂൺ 15 കൂടിയാണ് ഇന്ത്യയിൽ രാജ്യത്തൊട്ടാകെ മൺസൂൺ ശക്തമാകുന്നത്. മൺസൂൺ എത്തുന്നത് ജൂൺ 15 കൂടിയായിരിക്കും രാജ്യത്തൊട്ടാകെ. അതേസമയം ഈ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ശക്തമായ മൺസൂൺ ആയിരിക്കും. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ മഴ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലത്ത് ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് 11 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. കാലവർഷം എത്തും എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ നിലവിൽ മുന്നറിയിപ്പുള്ളത്. റൈറ്റ്, എന്തായാലും കാലവർഷം കൂടി കനക്കുന്നതോടെ സംസ്ഥാനത്ത് വീണ്ടും വലിയ ദുരിതത്തിലേക്ക് ജനങ്ങൾ പോകുന്നുവെന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഈ കാലവർഷവുമായി ബന്ധപ്പെട്ട, അതോടൊപ്പം തന്നെ നിലവിലെ മഴയുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് തന്നെയാണ് കൂടുതൽ ഊന്നൽ നൽകേണ്ടി വരുന്നത്. അതേസമയം ഉത്തരേന്ത്യയിൽ സ്ഥിതി വ്യത്യസ്തമാണ്. ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഉഷ്ണതരംഗമാണ് തുടരുന്നത്. രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ആണ് കനത്ത ചൂട് അനുഭവപ്പെടുന്നത്. ഇതിനോടകം തന്നെ നിരവധി പേർ ഈ സംസ്ഥാനങ്ങളിൽ മരണപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ചുട്ടുപൊള്ളുന്ന ഉഷ്ണതരംഗമാണ്. രാജസ്ഥാൻ, ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ആണ് ഇതുമായി ബന്ധപ്പെട്ട് റെഡ് അലർട്ട് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുള്ളത്. പല മേഖലകളിലും 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ആണ് ചൂട് രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. ഇതോടൊപ്പം ചേർത്ത് വെക്കേണ്ട ഒരു വാർത്ത, ഡൽഹിയിൽ മലയാളിയായ പോലീസ് ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. ഈ ഉഷ്ണതരംഗം മൂലമാണോ മരണം എന്ന സംശയം സഹപ്രവർത്തകർ ഉൾപ്പെടെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. കാരണം ഈ ചൂട് സമയത്ത് ദീർഘനേരം ഈ പരിശീലനം നടത്തേണ്ടതായി വന്നിരുന്നു. അതേസമയം ഹൃദയാഘാതമാണ് മരണകാരണം എന്നുള്ളതാണ് പ്രാഥമികമായ വിവരം. വടകര സ്വദേശി ബിനീഷ് ആണ് മരിച്ചത്. ബിനീഷിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. നമുക്കൊരു ഇടവേള അനിവാര്യമാണ്. അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുന്നത്, സ്വർണ്ണക്കടത്തിൽ ശശി തരൂരിൻ്റെ സ്റ്റാഫ് അംഗം പിടിയിൽ. കസ്റ്റംസ് പിടിയിലായത് ശശി തരൂരിൻ്റെ PA ശിവകുമാർ പ്രസാദ് ആണ്. ശിവകുമാറിൽ നിന്നും കൂട്ടാളിയിൽ നിന്നും 500 ഗ്രാം സ്വർണം പിടികൂടി. ഡാൻ കുര്യനാണ് ചേരുന്നത്. ഡാൻ, എവിടെ നിന്നാണ് ഇവരെ പിടികൂടിയത്? ഈ സ്വർണം എവിടെ നിന്ന് എത്തിച്ചു എന്നത് സംബന്ധിച്ച് വിവരം ലഭ്യമായിട്ടുണ്ട്? അഭിലാഷ്, ഇന്നലെ ഡൽഹി വിമാനത്താവളത്തിൽ വെച്ചാണ് ശശി തരൂരിന്റെ PA ശിവകുമാർ പ്രസാദ് ഉൾപ്പെടെ 2 പേരെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ സംശയത്തിന്റെ പേരിൽ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്തതിനിടയിലാണ് ഇവരുടെ പക്കൽ നിന്ന് 500 ഗ്രാം സ്വർണം പിടികൂടിയിരിക്കുന്നത്. സ്വാഭാവികമായി ഈ തെരഞ്ഞെടുപ്പ് സമയമാണ്. ശശി തരൂർ MP മറ്റ് സംസ്ഥാനങ്ങളുടെ കൂടി ചുമതലയുള്ളതിനാൽ ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പോയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ ശിവകുമാർ പ്രസാദ് അറസ്റ്റിലാകുന്നത്, ഈ കസ്റ്റംസിന്റെ പിടിയിലാകുന്നത് എന്നതാണ് ചേർത്തുവേണ്ട കാര്യം. എന്തായാലും ഇത് ഞെട്ടിച്ചു എന്ന വെളിപ്പെടുത്തലുമായി ശശി തരൂരും രംഗത്തെത്തിയിട്ടുണ്ട്. സ്വാഭാവികമായി കസ്റ്റംസിന് രഹസ്യ വിവരം ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇത്തരത്തിൽ ഒരു പരിശോധന എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ശിവകുമാർ പ്രസാദ് അടക്കം 2 പേരെ കൂടിയാണ് വിമാനത്താവളത്തിൽ വെച്ച്, ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഈ പ്രിവിലേജ് ഉപയോഗിച്ച്, അതായത് ശശി തരൂരിന്റെ PA എന്ന ആ പ്രിവിലേജ് ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിൽ ഇതിനു മുമ്പ് സമാനമായ തരത്തിൽ സ്വർണം കടത്താൻ ശ്രമിച്ചിട്ടുണ്ടോ, അത് മറ്റാർക്കെങ്കിലും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് വിശദമായ അന്വേഷണം കസ്റ്റംസ് ആരംഭിച്ചിരിക്കുന്നതും. അഭിലാഷ്, ഏത് രൂപത്തിലാണ് ഈ സ്വർണം കടത്തുന്നത്? പല രൂപത്തിലാണല്ലോ. ഏത് തരത്തിലാണ് ഈ സ്വർണ്ണക്കടത്ത് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഡാൻ? അഭിലാഷ, ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങളൊന്നും ഇതുവരെ സ്ഥിരീകരിക്കാവുന്ന തരത്തിൽ നമുക്ക് ലഭ്യമായിട്ടില്ല. സ്വകാര്യ വാർത്താ ഏജൻസി ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ ഇന്നലെ രാത്രി തന്നെ പുറത്തുവിട്ടത്. പക്ഷേ ഇന്ന് രാവിലെ അല്പസമയം മുമ്പാണ് ശശി തരൂർ തന്നെ ഇക്കാര്യം, ഈ അറസ്റ്റ്, ഈ കസ്റ്റഡിയിലെടുത്ത വാർത്ത ഞെട്ടിച്ചു എന്ന് പറഞ്ഞ് രംഗത്തെത്തിയത്. സ്വാഭാവികമായി ശശി തരൂർ ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്കെതിരെ വലിയ തരത്തിൽ പ്രചാരണം നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് നിലവിൽ. അവസാനഘട്ട തെരഞ്ഞെടുപ്പ്
പ്രചാരണങ്ങൾക്ക് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അദ്ദേഹം പ്രചാരണത്തിന് പോവുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ PA ഇങ്ങനെ അറസ്റ്റിലാകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. സ്വാഭാവികമായി അത് ഏത് പശ്ചാത്തലത്തിലാണ് എന്ന കാര്യമൊക്കെ കസ്റ്റംസ് തന്നെ വിശദീകരിച്ചേക്കും എന്നാണ് സൂചന. എന്തായാലും ഏത് രൂപത്തിലാണ് ഈ പിടികൂടിയ സ്വർണം ഉള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം വ്യക്തത വരുമെന്നാണ് കരുതപ്പെടുന്നതും. അഭിലാഷ്, ഇതിലിപ്പോൾ ഈ ശശി തരൂരിന്റെ തന്നെ ട്വീറ്റ് പുറത്തു വരുന്നുണ്ട്. അതിൽ മുൻ സ്റ്റാഫ് അംഗമായി പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുന്നു. ഇപ്പോഴും ഈ താൽക്കാലിക ജീവനക്കാരനാണോ ഈ തരത്തിൽ, അതായത് തരൂരിന്റെ ജീവനക്കാരൻ എന്ന് നമുക്ക് സാങ്കേതികമായി ഇപ്പോഴും പറയാവുന്ന തരത്തിൽ തന്നെയാണോ ഡാൻ? സ്വാഭാവികമായി അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. അദ്ദേഹത്തിന്റെ PA ആയി ലോക്സഭയിൽ ഈ ശിവകുമാർ പ്രസാദ് പ്രവർത്തിക്കുകയായിരുന്നു എന്ന് ഉറപ്പാക്കുന്ന അദ്ദേഹത്തിന്റെ ID കാർഡ് അടക്കം പുറത്തു വന്നിട്ടുണ്ട്. ആ ID കാർഡ് അതൊക്കെ ലഭ്യമായിട്ടുമുണ്ട്. സ്വാഭാവികമായി ഏത് കാലയളവ് വരെ ആയിരുന്നു അദ്ദേഹത്തിന് ലോക്സഭയിൽ ഈ PA ആയി തുടരാൻ ചുമതല എന്ന് നമുക്ക് വ്യക്തമായി കാണില്ല. പക്ഷേ ശശി തരൂരിന് വേണ്ടി സ്റ്റാഫ് അംഗമായി അവിടെ കാര്യങ്ങൾ ഏകോപിപ്പിച്ചിരുന്നതിൽ പ്രധാനിയായിരുന്നു ശിവകുമാർ പ്രസാദ്. അതുകൊണ്ട് തന്നെയാണ് തരൂരിലേക്ക് അല്ലെങ്കിൽ തരൂർ വ്യക്തമായ ഒരു ബന്ധമുള്ളയാളാണ് ശിവകുമാർ പ്രസാദ് എന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ദേശീയ മാധ്യമങ്ങളടക്കം ഇത് വലിയ തരത്തിൽ ഇപ്പോൾ വാർത്ത നൽകിക്കൊണ്ട് ഇരിക്കുന്ന ഒരു പശ്ചാത്തലമുള്ളതും. അഭിലാഷ്, പലപ്പോഴും ഈ സ്റ്റാഫ് അംഗങ്ങളായി വരുന്നവർക്ക് രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടാകാറുണ്ട്. ചിലപ്പോഴെങ്കിലും അത് പാർട്ടിയുടെ നോമിനികൾ ആകാറുണ്ട്. ചിലപ്പോൾ ഈ MP-മാരുടെ താല്പര്യാർത്ഥമുള്ള വ്യക്തികളുമൊക്കെ ആകാം സ്റ്റാഫായി വരുന്നത്. അതിലും ഇനി വ്യക്തത കൈവരേണ്ടതുണ്ടല്ലേ? സ്വാഭാവികമായി ഏതാണ് ഈ പശ്ചാത്തലം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരണം. അദ്ദേഹം മുൻ സ്റ്റാഫായിരുന്നു എന്ന് പറയുമ്പോൾ ഏത് കാലയളവ് വരെയാണ് അദ്ദേഹം തരൂരിനോടൊപ്പം ഉണ്ടായിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ MP-യുടെ പാർലമെന്റ് മെമ്പർ എന്ന നിലയിലുള്ള ശശി തരൂരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലോ ഒന്നും ഈ ശിവകുമാർ പ്രസാദിനെ പറ്റി പറയുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇനി ആ പേര് അവിടെ നിന്ന് നീക്കം ചെയ്തതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയില്ല. ഔദ്യോഗിക വെബ്സൈറ്റിലടക്കം ശിവകുമാർ പ്രസാദ് എന്ന പേര് കാണുന്നില്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. റൈറ്റ്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനവട്ട തെരഞ്ഞെടുപ്പ് അടുത്ത ദിവസമാണ് നടക്കാൻ പോകുന്നത്. ഇന്നിപ്പോൾ 7ാം ഘട്ടത്തിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുന്ന സാഹചര്യമുണ്ട്. കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് സ്വർണ്ണക്കടത്തിന് നേതൃത്വം നൽകുന്നത് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ NDAയുടെ ഭാഗത്ത് നിന്ന് വലിയ തോതിൽ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി തന്നെ ഇത്തരം ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ച പശ്ചാത്തലമുണ്ട്. അതിനിടയിലാണിപ്പോൾ ശശി തരൂർ MP-യുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിട്ടുള്ള PA ആയിരുന്ന വ്യക്തി സ്വർണ്ണക്കടത്തിന് കൂട്ടുനിന്നിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇത് മറ്റൊരു തരത്തിലുള്ള സ്വർണ്ണക്കടത്താണ് എന്ന് തന്നെ പറയാം. സ്വർണം കടത്തുന്ന സാഹചര്യം ആണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 500 ഗ്രാം സ്വർണം ഇദ്ദേഹം കടത്തി എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇതേ തുടർന്നാണ് ഇദ്ദേഹത്തെ പരിശോധിച്ചത്. എന്തായാലും ഇങ്ങനെ ഒരാൾ പിടിയിലായിരിക്കുന്നു എന്ന കാര്യം ശശി തരൂർ തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട്. ശിവകുമാർ പ്രസാദ് എന്ന വ്യക്തിയാണ് ഇത്. ശശി തരൂരിൻ്റെ മുൻ PA ആയിരുന്നു എന്നാണ് തരൂർ പറയുന്നത്. ഈ അറസ്റ്റ് ഞെട്ടിച്ചു എന്നും പറയുന്നുണ്ട്. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഡാൻ സൂചിപ്പിക്കുന്ന പോലെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നിരവധി വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാകും. ഒരുപക്ഷെ ഇനിയുള്ള മണിക്കൂറുകളിൽ ഇതിലിപ്പോൾ നിജസ്ഥിതി എന്ത് എന്നത് അറിയാൻ ഇനിയും സമയമെടുക്കും. പക്ഷേ രാഷ്ട്രീയമായി ഇതൊരു ആയുധമായി മാറുമല്ലോ. സ്വാഭാവികമായി അങ്ങനെ മാറാനാണ് സാധ്യത. പക്ഷേ ശശി തരൂർ ഇതുമായി ബന്ധപ്പെട്ട് ട്വീറ്റ് തന്നെയാണ് ശ്രദ്ധേയ കാര്യം. അദ്ദേഹം ധർമ്മശാലയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു വാർത്ത കേൾക്കാനിടയായത്. അദ്ദേഹത്തിന്റെ മുൻ സ്റ്റാഫ് അംഗമായിരുന്ന 72 വയസ്സുകാരനായ ശിവകുമാർ പ്രസാദാണ് ഇങ്ങനെ അറസ്റ്റിലായിരിക്കുന്നത്. സ്വാഭാവികമായി അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളായിരുന്നുവെന്നും അദ്ദേഹം ഈ ഡയാലിസിസിന് വിധേയനായിക്കൊണ്ടിരുന്ന ആളാണെന്നുമൊക്കെ ഈ ശശി തരൂരിന്റെ ട്വീറ്റിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ നടപടി ഞെട്ടിക്കുന്നുവെന്ന വിശദീകരണവുമായാണ് ശശി തരൂർ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി വിമാനത്താവളത്തിൽ സഹായങ്ങൾ ചെയ്തു നൽകിയിരുന്നത് ഈ ഇപ്പോൾ കസ്റ്റംസിന്റെ കസ്റ്റഡിയിലുള്ള ശിവകുമാർ പ്രസാദ് ആണ് എന്നും ശശി തരൂർ ട്വീറ്റിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായി തരൂരിനെ ഇതുമായി ബന്ധപ്പെട്ട വലിച്ചിഴയ്ക്കുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം തരൂരിന് അദ്ദേഹവുമായിട്ടുള്ള കൃത്യമായ ബന്ധം എന്തായിരുന്നു തരൂർ തന്നെ ഈ ട്വീറ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്ന് വേണം നിലവിൽ ഉള്ള സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനും. അഭിലാഷ്, അപ്പോഴും ഈ അറസ്റ്റിലായ വ്യക്തികളുടെ പശ്ചാത്തലത്തെ സംബന്ധിച്ച് കൂടുതൽ
വ്യക്തത കൈവരേണ്ടതുണ്ടല്ലേ? സ്വാഭാവികമായി ഇനി ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാകേണ്ടത് ഈ തരൂരിന്റെ പ്രിവിലേജ് അല്ലെങ്കിൽ പാർലമെന്റ് മെമ്പറാണ്, മുൻ കേന്ദ്രമന്ത്രിയാണ് തുടങ്ങിയ അദ്ദേഹത്തിന് ഡൽഹിയിലുള്ള സ്വാധീനം ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഈ കസ്റ്റഡിയിലുള്ള ശിവകുമാർ പ്രസാദ് ഈ സ്വർണം കടത്താൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് വ്യക്തത വരാനുള്ളത്. അത് സ്വാഭാവികമായി വിശദമായ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ കസ്റ്റംസിന് കാര്യങ്ങളിൽ ധാരണ ഉണ്ടാകുകയുള്ളൂ. അതിനു മുമ്പ് നമുക്ക് അങ്ങനെ ഒരു അഭ്യൂഹങ്ങളിലേക്ക് കടക്കാൻ കഴിയുകയുമില്ല. സ്വാഭാവികമായി വൈകാതെ തന്നെ അതിലൊരു സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് സൂചന. എന്തായാലും കസ്റ്റംസ് ഒരാളെ കസ്റ്റഡിയിലെടുത്ത് കഴിയുമ്പോൾ ആ സ്വാഭാവികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമേ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയുള്ളൂ. ആ ചോദ്യം ചെയ്യൽ വിശദമായി പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഈ തരൂരിന്റെ പേര് പറഞ്ഞ് ഏതെങ്കിലും തരത്തിൽ ഇദ്ദേഹം ഇങ്ങനെ സ്വർണം കടത്താൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകുകയുമുള്ളൂ. ഡാൻ, ഇത് തീർച്ചയായും രാഷ്ട്രീയമായി NDAയും BJPയും പ്രയോഗിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോഴിതാ രാജീവ് ചന്ദ്രശേഖറിന്റെ എക്സിലുള്ള പ്രതികരണം വന്നിട്ടുണ്ട്. ഫസ്റ്റ് CM security involved in gold smuggling, now Congress MP aide detained for gold smuggling. CPM and Congress both India alliance partners എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതിതാ BJP നേതാക്കൾ ഏറ്റെടുക്കുന്നു എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. സ്വാഭാവികമായി നമുക്കൊരു കാര്യം അറിയാവുന്നതാണ്. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ട് ഔദ്യോഗികമായി ബാങ്ക് അക്കൗണ്ടിൽ ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഈ പൊതുജനങ്ങളിൽ നിന്ന് പണം സ്വരൂപിച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ നൽകിയ നിർദ്ദേശം. ആ പശ്ചാത്തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ ധനസമാഹരണം നടക്കുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായി കോൺഗ്രസ് അനുഭവമുള്ള വ്യാപാരികളിൽ നിന്ന് ഉൾപ്പെടെ ഇത്തരത്തിൽ സംഭാവനകൾ സ്വീകരിക്കുന്നുമുണ്ട്. അങ്ങനെ ഏതെങ്കിലും വഴിയിലാണോ ഇദ്ദേഹത്തിന്റെ കൈവശം ഈ സ്വർണം എത്തിയിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. സ്വാഭാവികമായി ആ ഒരു പശ്ചാത്തലം കൂടി കണക്കിലെടുത്താവണം വിശദമായ അന്വേഷണത്തിലേക്ക് കസ്റ്റംസ് കടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണ് എങ്കിൽ ഇദ്ദേഹം ശശി തരൂരിന്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യങ്ങളിലടക്കം വിശദമായ അന്വേഷണം നടക്കും. പക്ഷേ വിമാനത്താവളത്തിനുള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ കസ്റ്റംസിന് ഇക്കാര്യങ്ങളിൽ അന്വേഷണം നടത്താനാവുകയുള്ളൂ. സ്വാഭാവികമായി ഡൽഹി പോലീസ് ആയിരിക്കാം അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം വേണ്ടിവരുന്ന സാഹചര്യമുണ്ടായാൽ ആ അന്വേഷണങ്ങളിലേക്ക് കടക്കുക. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്തു കൂടിയാണ് ഇത്തരത്തിൽ ശശി തരൂർ MPയുടെ PA ആയിരുന്ന വ്യക്തി സ്വർണവുമായി പിടിയിലാകുന്നത്. ഡൽഹി വിമാനത്താവളത്തിൽ ആണ് അദ്ദേഹം പിടിയിലായിട്ടുള്ളത്. ശശി തരൂരിൻ്റെ മുൻ PA എന്നാണ് തരൂർ പറയുന്നത്. സ്വർണം കടത്തിയതിന് 2 പേർ ആണ് ഇപ്പോൾ 500 ഗ്രാം സ്വർണം കടത്തി, അതായത് 1/2 കിലോ സ്വർണം കടത്തി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിലാണ്, തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത്. എന്നാൽ ശിവകുമാറിൻ്റെ പശ്ചാത്തലമെന്ത് എന്നതിൽ ഉൾപ്പെടെ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. രാഷ്ട്രീയമായി എതിരാളികൾ വലിയ തോതിൽ, അതായത് BJP ഇപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ കേരളത്തിൻ്റെ CMന്റെ ഓഫീസ് ആയിരുന്നു സ്വർണ്ണക്കടത്തിന് നേതൃത്വം നൽകിയിരുന്നത് എങ്കിൽ ഇപ്പോഴിതാ കോൺഗ്രസ് MPയുടെ ഓഫീസും അതിന് നേതൃത്വം നൽകുന്നു എന്ന വിമർശനം ഉന്നയിക്കുകയാണ് BJP. ഇടവേള. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യപ്രചാരണത്തിന് ഇന്ന് കൊട്ടിക്കലാശം. അവസാനഘട്ട പരസ്യപ്രചാരണമാണ് ഇന്ന് അവസാനിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി ഉൾപ്പെടെ 57 മണ്ഡലങ്ങളിലാണ് അവസാനഘട്ടത്തിൽ വിധിയെഴുത്ത് നടക്കുന്നത്. വിശദാംശങ്ങളുമായി പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് ER രാഗേഷാണ് ചേരുന്നത്. രാഗേഷ്, ആരൊക്കെയാണ് മറ്റു പ്രമുഖർ? അഭിലാഷ്, പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. കാരണം വാശിയേറിയ 2.5 മാസം നീണ്ടുനിന്ന വാശിയേറിയ പ്രചാരണത്തിന് കൂടി ഇന്ന് അവസാനമാവുകയാണ്. അവസാന ഘട്ടത്തിൽ ഏതായാലും 57 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. 486 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് ഇതിനോടകം തന്നെ അവസാനിച്ചിരിക്കുന്നു. അവസാന ഘട്ടത്തിലെ 57 മണ്ഡലങ്ങൾ, പ്രധാനമായും 13 മണ്ഡലങ്ങൾ UPയിലാണ്. പഞ്ചാബിലെ 13 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നു. പശ്ചിമ ബംഗാളിലെ 9 മണ്ഡലങ്ങൾ, ബീഹാറിൽ 8, ജാർഖണ്ഡിൽ 4, ഒഡീഷയിൽ 6 എന്നിങ്ങനെ 57 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് പ്രധാനമായും നടക്കുന്നത്. ഏതായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 25 സീറ്റാണ്, ഈ 57-ൽ 25 സീറ്റാണ് BJP വിജയിച്ചിരുന്നത്. UPയിൽ BJP കഴിഞ്ഞ തവണ വലിയ മുന്നേറ്റം നടത്തിയ മേഖലയിലാണ് ഇത്തവണ ഏതായാലും വോട്ടെടുപ്പ് നടക്കുന്നത്. പ്രത്യേകിച്ച് പൂർവാഞ്ചൽ മേഖലയിലേക്ക്
വോട്ടെടുപ്പ് കടക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാരണാസി, ഒപ്പം യോഗി ആദിത്യനാഥിന്റെ തട്ടകമായ ഗോരഖ്പൂർ എന്നിവിടങ്ങൾ വോട്ടെടുപ്പ് നടക്കുന്നു. കഴിഞ്ഞ തവണ 13-ൽ BJP 9 സഖ്യകക്ഷിയായ അപ്നാദൾ 2 മണ്ഡലങ്ങളിലും വിജയിച്ചിരുന്നു. സമാജ്വാദി പാർട്ടിക്കൊപ്പം മത്സരിച്ച BSP ആണ് അന്ന് 2 സീറ്റുകളിൽ വിജയിച്ചിരുന്നത്. പഞ്ചാബിലേക്ക് വരികയാണെങ്കിൽ 13 മണ്ഡലങ്ങളിലും ഈ അവസാന ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ അവിടെ ഇന്ത്യ സഖ്യത്തിലെ 2 പ്രധാനപ്പെട്ട പാർട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടൽ വരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതായത് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലാണ് അവിടെ പ്രധാനമായ മത്സരം നടക്കുന്നത്. കഴിഞ്ഞ തവണ 13-ൽ 8 സീറ്റിൽ വിജയിച്ചത് കോൺഗ്രസ് ആയിരുന്നു. ആം ആദ്മി പാർട്ടിക്ക് 1 സീറ്റാണ് വിജയിച്ചത്. അപ്പോൾ കേജ്രിവാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം പ്രചാരണ രംഗത്ത് ഏറ്റവും സജീവമായി ഉണ്ടായിരുന്ന ഡൽഹിയിലും പഞ്ചാബിലുമാണ്. അപ്പോൾ കഴിഞ്ഞ തവണ കോൺഗ്രസ് വിജയിച്ച സീറ്റുകളിലേക്ക് ആം ആദ്മി പാർട്ടിക്ക് ഇത്തവണ കടന്നു കയറാൻ കഴിയുമോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പശ്ചിമ ബംഗാളിലും ഏറ്റവും ശ്രദ്ധേയം ആകർഷിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് കൊൽക്കത്ത നഗരത്തിലെ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 9 മണ്ഡലങ്ങൾ. ഈ 9ഉം കഴിഞ്ഞ തവണ തൃണമൂൽ കോൺഗ്രസിനൊപ്പമായിരുന്നു. പക്ഷേ ഇത്തവണ സന്ദേശ് കലി അടക്കമുള്ള വിഷയങ്ങൾ ബംഗാളിൽ മാത്രമല്ല രാജ്യത്താകെ വലിയ പ്രചാരണ വിഷയമാക്കി BJP മാറ്റിയതാണ്. അപ്പോൾ ബസീർഘട്ട് ഉൾപ്പെടുന്ന മണ്ഡലത്തിലേക്ക് BJPക്ക് ഏതൊക്കെ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ തവണ ബംഗാളിൽ 18 സീറ്റ് വിജയിച്ചതാണ് BJP. ഇത്തവണ അവസാനഘട്ട വോട്ടെടുപ്പിലേക്ക് പോകുന്നു തൊട്ടു മുമ്പ് CAA പ്രകാരം പൗരത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഏതൊക്കെ തരത്തിൽ വോട്ടിങ്ങിൽ പ്രകടമാകുമെന്നത് നിർണായകമായ കാര്യമാണ്. ഏതായാലും പ്രചാരണം ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി അവസാനിക്കുകയാണ്. അഭിലാഷ്, വിശദാംശങ്ങളാണ് രാകേഷ് നൽകിയത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷം ഒരു ഇടവേളയെടുക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും അദ്ദേഹം ധ്യാനത്തിനായി എത്തിയിരുന്നുവെങ്കിൽ ഇത്തവണ കന്യാകുമാരിയിലേക്കാണ് ധ്യാനത്തിനായി പോകുന്നത്. 45 മണിക്കൂർ ധ്യാനത്തിൽ ആണ് അദ്ദേഹം തയ്യാറെടുക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുണാണ് ചേരുന്നത്. അരുൺ, ഈ യാത്ര കേരളം വഴിയാണ്. കേരളത്തിൽ പക്ഷേ തങ്ങുന്നില്ല, വളരെ പെട്ടെന്ന് കന്യാകുമാരിയിലേക്ക് പോകുമെങ്കിലും ആ ഷെഡ്യൂൾ എങ്ങനെയെന്നതിൽ വ്യക്തത ഉണ്ടോ? എത്രത്തോളം ശക്തമാണ് കന്യാകുമാരിയിലെ സുരക്ഷാ സംവിധാനങ്ങൾ? അഭിലാഷ്, 4 മണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോഴത്തെ ഷെഡ്യൂൾ പ്രകാരം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുന്നത്. അവിടെ നിന്ന് അദ്ദേഹം ഹെലികോപ്റ്ററിൽ കന്യാകുമാരിയിലേക്ക് യാത്ര തിരിക്കും. 4:35 കന്യാകുമാരിയിൽ എത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ക്രമീകരണങ്ങൾ. വിശദമായ ഇതിന്റെ സുരക്ഷാ ക്രമീകരണം കന്യാകുമാരി തലസ്ഥാനത്തും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളും വാഹന ക്രമീകരണവും ഒക്കെ ഉണ്ട്, ഗതാഗത ക്രമീകരണവും ഒക്കെ ഉണ്ട്. അദ്ദേഹം നഗരത്തിലേക്ക് ഇറങ്ങുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ. പക്ഷേ പ്രധാനമന്ത്രിയാണ്, അടിയന്തര സാഹചര്യം വന്നാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ പുറത്തേക്ക് വരേണ്ട അവസ്ഥയുണ്ടാകും. അങ്ങനെയെങ്കിൽ അതെല്ലാം കണ്ടുകൊണ്ടുള്ള ഒരു ക്രമീകരണമാണ് തലസ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ളത്. അതിശക്തമായ സുരക്ഷാ സന്നാഹം വിമാനത്താവളത്തിന് പരിസരത്തും അതുപോലെ തന്നെ നഗര മേഖലകളിലും ആ സമയത്തുണ്ടാകും. വലിയ കാലാവസ്ഥ ഇപ്പോൾ വലിയ മഴ പെയ്യുന്നില്ല, പക്ഷെ ഇപ്പോഴും ആകാശം ഇരുണ്ട് തന്നെ നിൽക്കുന്നു. കാലാവസ്ഥയിൽ എന്തെങ്കിലും മാറ്റമുണ്ടായാൽ ഹെലികോപ്റ്ററിന് ടേക്ക് ഓഫ് ചെയ്യാനുമൊക്കെ സാങ്കേതിക തടസ്സമുണ്ടായേക്കാം. അങ്ങനെയെങ്കിലും ഒരുപക്ഷെ ഈ യാത്രാ പരിപാടികളിലൊക്കെ ചെറിയ മാറ്റമുണ്ടാകും. എങ്കിലും നിലവിൽ അദ്ദേഹം വിമാനത്താവളത്തിലെത്തി അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ കന്യാകുമാരിയിലേക്ക് പോകുന്ന തരത്തിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. മറിച്ചുള്ള പ്ലാനും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പക്കൽ സ്വാഭാവികമായി ഉണ്ടാകുമെങ്കിൽ അദ്ദേഹം രാജ്ഭവനിൽ വേണം തങ്ങേണ്ടത്. അത്തരം ക്രമീകരണങ്ങളും എല്ലാം പൂർത്തിയായിരിക്കുന്നത്. അതുകൊണ്ടാണ് വാഹന ഗതാഗത ക്രമീകരണം അടക്കം തലസ്ഥാന നഗരത്തിൽ സിറ്റിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് അടിയന്തര ആവശ്യത്തിന് വിമാനത്താവളത്തിന് പുറത്തേക്ക് വരേണ്ടി വന്നാൽ അദ്ദേഹം സ്വാഭാവികമായും അതിനുള്ള ക്രമീകരണങ്ങളും പോലീസ് ഒരുക്കും. അതൊരു പ്ലാൻ B ആയിട്ടാകും പോലീസിന്റെ ക്രമീകരണങ്ങളിലുള്ളത്. ഏതായാലും നിലവിലെ ഷെഡ്യൂൾ അനുസരിച്ച് 4 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലേക്ക് ധ്യാനത്തിന് പോകാനായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേരും. മറ്റന്നാളാണ് 1-ാം തീയതി വൈകിട്ടാണ് അവിടെ നിന്ന് അദ്ദേഹം ധ്യാനം പൂർത്തിയാക്കി തിരിച്ച് മടങ്ങുന്നത്. അതും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്ന ശേഷം കന്യാകുമാരിയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്ന ശേഷം അവിടെ നിന്നാകും അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങുക. വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ദിവസങ്ങൾ കൂടിയാണ്. നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണെങ്കിൽ പോലും നരേന്ദ്രമോദി കന്യാകുമാരിയിൽ ധ്യാനമിരിക്കുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ പ്രാധാന്യം ആ തരത്തിൽ വളരെ വലുതാണ്. അദ്ദേഹം എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും തരത്തിലുള്ള ആത്മീയ വഴി കൂടി കാണിച്ചുകൊണ്ട് അതുമൊരു രാഷ്ട്രീയ സന്ദേശമായി കാണുന്ന നിരവധിയാണ്. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ധ്യാനം ആ രീതിയിൽ കൂടി വളരെ പ്രധാനപ്പെട്ടതുമാണ്. തീർച്ചയായും വരും വാർത്തകളിലും നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാം. മറ്റൊരു ഇടവേളയിലേക്ക്.